അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, കിടപ്പായിപ്പോയവര്, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവര്, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവര്, കർത്താവെ പ്രഷർ വന്ന് കിടന്നു പോയവര്, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലയ്ക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തുമൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിന്റെ സമാധാനോടെ ഭരിക്കും. കർത്താവെ,
അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവെ ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക. കർത്താവെ അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങി കിടക്കുന്നവർ എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുഷ്ടഭൃത്യ നിന്നോട് ഞാൻ ക്ഷമിച്ചതുപോലെ നീയും അവനോട് ക്ഷമിക്കേണ്ടതായിരുന്നില്ലേ? അർഹത നഷ്ടപ്പെടുത്തി കണ്ട ഒരാൾ. ആ വചനം എടുത്തേ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 23 മുതലുള്ള തിരുവചനം. മത്തായി 18-23 വചനങ്ങൾ. സ്വർഗ്ഗരാജ്യം സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശമാണ്. കണക്ക് തീർക്കാൻ ആരംഭിച്ചു 10,000 താലന്ത് കടപ്പെടുന്ന ഒരുവൻ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവന് അത് വീട്ടാൻ നിർവാഹമില്ലായിരുന്നു. അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പൊ എന്നോട് ക്ഷമിക്കണം, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും അപ്പോൾ അവന് കടം ഇളച്ചു കിട്ടി, അർഹത കിട്ടി. അടുത്ത വചനം എന്താ? അവൻ പുറത്തിറങ്ങിയപ്പോൾ ഈ അർഹത ഇവൻ കളയുന്നുണ്ട് പിന്നീട്. അതാണ് വിഷയം. ഓക്കെ, അർഹത പലർക്കും കിട്ടും, പക്ഷെ കൈയിരിപ്പ് കാരണം അർഹത അവർ കളഞ്ഞെടുക്കും. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ നൽകാൻ, അത് നിസ്സാര കാശാണ്, 100 ദനാറ തരാനുണ്ടായിരുന്ന തന്റെ സഹസേവൻ ഒരുവനെ കണ്ടുമുട്ടി. അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. മറ്റേ താലന്താണ് 10,000 സ്വർണമാണ്. ഇത് വെള്ളി നാണയമാണിത്. 10 വില കുറവാണ്. 100 വെള്ളി നാണയം. അത് തരാത്തവന്റെ കഴുത്തിന് ഇവൻ ഈ 10,000 താലന്ത് ഇളച്ച് കിട്ടിയവനെ, 10,000 സ്വർണ്ണ നാണയങ്ങൾ ഇളച്ച് കിട്ടിയവൻ 100 വെള്ളി നാണയക്കാരൻ എൻ്റെ കടക്കാരനെ കണ്ടപ്പോൾ അവൻ്റെ കഴുത്ത് പിടിച്ച് തിരിച്ച്. അപ്പോൾ ഈ കയ്യിരിപ്പാണേ. അപ്പോഴുടനെ മറ്റുള്ളവർ വന്ന് രാജാവിനോട് പറയും, നമ്മൾ അങ്ങ് സമക്ഷത്തുനിന്ന് ദയവുണ്ടായി അവൻ്റെ 10,000 താലന്ത് ഇളച്ച് കിട്ടില്ലേ? അതെ, കൊടുത്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ അവന് 100 വെള്ളി നാണയം തരാനുണ്ടായിരുന്നു, അവൻ്റെ കഴുത്ത് തിരിച്ചെന്ന് പറയും. അപ്പോൾ രാജാവ് അലറും, ദുഷ്ടഭൃത്യ കൊണ്ടുവരാൻ പറഞ്ഞവനെ കൊണ്ടുവന്ന്. എന്താ പിന്നെ അടുത്ത ഭാഗം വായിച്ചേ? മത്തായി 18:32-33. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു. അതവിടെയാണ് വിഷയം. ഞാൻ നിന്നോട് കരുണ കാണിച്ച പോലെ നീ നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ല. അപ്പം കരുണ ഒരു വിഷയമാണ്. നമ്മൾ കൈപ്പറ്റുമ്പോൾ തന്നെ മറ്റുള്ളവരോടും കരുണ കൊടുക്കണം. നമ്മളെല്ലാവരോടും കരുണ വാങ്ങിക്കും. നമ്മുടെ മേലാളന്മാർക്കെന്നെല്ലാം കരുണ കൈപ്പറ്റും. കീഴാളന്മാർക്ക് നമ്മൾ കരുണ കൊടുക്കത്തില്ല, താഴെയുള്ളവരുടെ കൂടെ. അതൊരു വല്ലാത്ത പ്രശ്നമാണ്. ഇവനെന്ത് ചെയ്യുന്നറിയുമ്പോൾ ഇവൻ ആദ്യം കരുണ കിട്ടി, ആ 10,000 താന്ന് ഇളച്ച് കിട്ടിയവൻ അവന് ഉള്ളത് കൂടി പോയി. അർഹത കിട്ടിയവൻ അർഹത നഷ്ടപ്പെടുത്താൻ. നിങ്ങൾക്ക് പണ്ട് ഇതിനേക്കാൾ അർഹത ഉണ്ടായിരുന്ന ആൾക്കാരാണെന്ന് ഓർക്കണം. നിങ്ങളുടെ കയ്യിരിപ്പ് കാരണം അർഹത നഷ്ടപ്പെടുത്തിയതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്ന കാര്യം വരുമ്പോൾ നിങ്ങൾ ദൈവത്തെ മറക്കും. നമുക്കതിൽ നിന്ന് നേട്ടവും ഒക്കെ ഉണ്ടാകുന്ന വിഷയം വരുമ്പോഴേ നമ്മൾ കുറേ വചനം മറന്നു പോകും, പിന്നെ പള്ളി മറക്കും. എനിക്ക്
ഏറ്റവും ദേഷ്യം ഈ ദിവസം കുർബാന കാണുന്നവരെ. അപ്പം നിങ്ങളോർക്കും ജോസഫ് അച്ഛൻ പിന്നെ അതല്ലേ പറയണത്, എല്ലാ ദിവസവും കുർബാനക്ക് പോകണമെന്ന്. എല്ലാ ദിവസവും കുർബാനക്ക് പോകണം, കുർബാന സ്വീകരിക്കുകയും വേണം. പക്ഷേ നിങ്ങളുടെ ജീവിതമായിട്ട് എന്തെങ്കിലും ബന്ധം അതിനുണ്ടാകണം. ഞാൻ ഈ നാട്ടുപുറങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഒത്തിരി കുർബാന, ഞാൻ എത്രയോ പള്ളികളിൽ ഇരുന്ന ആളാണ്. യോ, എനിക്ക് ഈ ഓസ്തി മുറിച്ച് കപ്പേരുണ്ടല്ലോ, കപ്പേര് അവിടെ നിന്ന് ഒരു മെഷീൻ എടുത്തിട്ട് ഓസ്തി എല്ലാം ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഒറ്റക്ക് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഓസ്തി, ചെറിയ ഓസ്തി, ഒരു വലിയ ഓസ്തിയാണ് നമുക്ക് കിട്ടണത്. അതിൽ നിന്ന് ചെറുതും വലുതും ഒക്കെ വെട്ടിയെടുക്കണം, വലുതിനെ വെട്ടിയെടുക്കണം. പിന്നെ ചെറിയ ബാക്കിയുള്ളതാണ് നമ്മൾ ചെറിയ ഓസ്തി ഉണ്ടാക്കിയിട്ട് കപ്പേര് ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കും. ഇത് കാണുമ്പോൾ എനിക്ക് ചിരിയും വരും ദേഷ്യവും വരും. എന്താണ്, എത്രയോ കാപട്യം പിടിച്ച ആൾക്കാരുടെ ഉള്ളിൽ കർത്താവ് ചെന്നടങ്ങേണ്ട സംഭവമാണിത്. അത് ഭയങ്കര സങ്കടകരമായി. ഇന്നത്തെ സഭയിൽ ഏറ്റവും സങ്കടകരമായ ആൾക്കാർ ഡെയിലി കമ്മ്യൂണിക്കൻ്റാണ്, ദിവസം കുർബാന സ്വീകരിക്കുന്നവർ. അവർ സൂക്ഷിച്ചില്ലെങ്കിൽ അവർ ആ പണി വരുന്നുണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾ എന്താണ് പാനം ചെയ്യണത്, ഭക്ഷിക്കണമെന്ന്. ബൈബിൾ പറയണത് ശിക്ഷാവിധി എന്നാണ് പറയണത്. ആ വചനെടുത്തേ, 1 കൊരിന്തോസ് 11:29. 1 കൊരിന്തോസ് 11:29. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നത്. അപ്പം മനസ്സിലായില്ലേ, ശിക്ഷാവിധി ആൾക്കാരെ വായും പൊളിച്ച് വരുമ്പോൾ ഓർത്തേക്കണം, മിക്കവാറും ഇത് എൻ്റെ ശിക്ഷയ്ക്ക് അവസാനിക്കുമെന്ന്. അങ്ങനെ മനസ്സ് പറഞ്ഞാൽ പിന്നെ സ്വീകരിക്കരുത് നിങ്ങൾ. കാര്യം ദിവ്യകുർബാന എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പണ്ടൊരു വിശുദ്ധനുണ്ടായിരുന്നു, എനിക്ക് എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള ആളയാൾ. അയാൾക്ക് 8 മൈൽ നടക്കണം അങ്ങേരുടെ ഫാക്ടറി ജോലി ചെയ്യണം. അപ്പോൾ ഒരു ചോറ്റുപാത്രത്തിൽ ചപ്പാത്തിയും കൊണ്ട് പുള്ളി ഓടാതെ എത്തത്തില്ല അവിടെ വരെ. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുർബാന കൂടുന്നത്. പക്ഷേ കുർബാനയുടെ സമയമാകുമ്പോൾ പുള്ളി പോണ സമയത്ത് വഴി പള്ളിയുണ്ട്, പക്ഷേ പള്ളി അടച്ചു പോകും. പുള്ളിക്ക് സങ്കടമാണ് കർത്താവിനെ കാണാൻ പറ്റാത്ത. അപ്പോൾ ഉടനെ അടക്കണ പള്ളിയിൽ ഓട്ടത്തിൽ ഈ പാത്രം കയറ്റി പിടിച്ചുകൊണ്ട് മുട്ടും ദാനവാതിലെ. എന്നിട്ട് പറയും, കർത്താവേ മാട്ടും വന്നു കേട്ടാ, മാട്ടിന് സമയമില്ലെന്ന് എനിക്കറിയാമില്ല, മാട്ടും പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് കേൾക്കണത്. എന്ന് വെച്ചാൽ അങ്ങനെ പോയി ആ മനുഷ്യൻ വിശുദ്ധ മാട്ടിനായി. അപ്പം ദിവ്യകുർബാന ചുമ്മാ ഒരു 1/2 കിലോമീറ്റർ അകലെ നിന്ന് അടച്ചിട്ട പള്ളിയുടെ പുറത്ത് നിന്ന് നമുക്ക് വിശുദ്ധരാകാൻ പറ്റൂ. ആ സ്ഥലത്താണ് നീ ദിവസവും പോയി കുർബാന സ്വീകരിച്ച്. ഉടമ്പടിയിലെ മെയിൻ സംഭവം കുർബാന സ്വീകരണം തന്നെയാണ്, അതിലൊരു കാര്യം. പക്ഷേ എപ്പോഴും ഓർത്തേക്കണം, അത് പറഞ്ഞ് നമുക്ക് അർഹതയില്ലാത്തതാണെങ്കിൽ നമ്മൾ സ്വീകരിക്കരുത്. അതെപ്പോഴും ഓർത്തേക്കണം, അർഹത ഉണ്ടാക്കിയെടുക്കണം നമ്മൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലിയ ഷിബു, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് ഞാൻ ഈ അൽത്താരയിൽ ഒരുപാട് സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് എബ്രോഡ് പഠിക്കാൻ പോകാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തിരുന്നു. അതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് IELTS എക്സാം പാസ്സാവുക എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ ആദ്യത്തെ തവണ എഴുതി, അത് ഫെയിലായി. രണ്ടാമത്തതും എഴുതി, അതും ഫെയിലായി. അപ്പോഴൊക്കെ ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷെ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഉറപ്പായിട്ടും ഉടമ്പടി എടുക്കും, ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ എനിക്ക് ഫസ്റ്റൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു, കാരണം രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ഞാനങ്ങനെ രാവിലെ എഴുന്നേക്കാത്ത ഒരാളാണ്. എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷേ മാതാവിനോടുള്ളൊരു വിശ്വാസം, എനിക്കത് കിട്ടും, ഉറപ്പായിട്ടും മാതാവ് എനിക്കത് തരും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. അങ്ങനെ 7-ാം തീയതി മാതാവ് ഇവിടെ 2004 ഡിസംബർ 7-ാം തീയതിയാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ 7-ാം തീയതി തന്നെ നോക്കി ഞാനൊരു ഡേറ്റ് എടുത്തു, എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്കത് ഭയങ്കര പാടായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി തൈലം പൂശി, വിശ്വാസ പ്രമാണം ചൊല്ലി പൂശി പ്രാർത്ഥിച്ചിട്ടാണ് എക്സാമിന് കയറിയത്. എൻ്റെ കഴുത്തിൽ ഞാൻ അച്ഛൻ തന്ന ലോക്കറ്റും ഇട്ടിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ എക്സാമിന് കയറി. അതെനിക്ക് ഭയങ്കര പാടായിരുന്നു. അവിടെ വെച്ച് തന്നെ എനിക്ക് മനസ്സിലായി ഇതും പോയി, ഇനി ഒന്നുകൂടെ എഴുതേണ്ടി വരും. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എക്സാം എഴുതി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അതൊരു 5:30 ആകുമ്പോൾ നമുക്ക് SMS വരും, എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ്. അങ്ങനെ ഞാൻ 5:30 പ്രാർത്ഥന ചൊല്ലാനായിട്ട് എഴുന്നേറ്റു. അപ്പോഴും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കിട്ടത്തില്ല എന്നുള്ളൊരു പേടി. പക്ഷെ ഞാൻ മാതാവിൻ്റെ അടുത്ത് അപ്പോഴും ഒരുപാട് നിന്ന് കരഞ്ഞങ്ങ് പ്രാർത്ഥിച്ചു. അങ്ങനെ പിന്നെ റിസൾട്ട് നോക്കിയപ്പോഴേക്കും എനിക്ക് റിക്വയർഡ് സ്കോർ കിട്ടി. അതിന് ഞാൻ ഒരുപാട് മാതാവിന് നന്ദി പറയുന്നു. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ വിസയ്ക്ക് ഡോക്യുമെൻ്റ് വെക്കുക എന്നുള്ളതായിരുന്നു. ന്യൂസിലൻഡിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ന്യൂസിലൻഡിലെ ഡോക്യുമെൻറ്റേഷൻ ഭയങ്കര ടഫാണ്. അവർക്ക് എല്ലാ തരത്തിലുള്ള പ്രൂഫും അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അത് കിട്ടാനായിട്ട് അത്ര ഈസി അല്ലായിരുന്നു. ബാങ്കിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഏജൻസിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും മുടങ്ങാണ്ട് ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്. എത്ര മഴയാണെങ്കിലും എത്ര ഫിസിക്കൽ ഇൽനെസ് ഉണ്ടെങ്കിലും എന്തൊക്കെ വന്നാലും ഞാൻ ഉറപ്പായിട്ടും പ്രാർത്ഥനയും മുടക്കിയിട്ടില്ല, ബൈബിൾ വായനയും മുടക്കിയിട്ടില്ല, പള്ളിയിൽ കുർബാനയ്ക്കും പോവാതിരുന്നിട്ടില്ല. അങ്ങനെ എൻ്റെ പേപ്പർ വർക്കിൻ്റെ എന്തെങ്കിലും ഒരു ലാഗ് വരുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ നേരിട്ട് വന്ന് മാതാവിൻ്റെ അടുത്ത് പറയും, എനിക്ക് ഇന്ന ഡോക്യുമെൻ്റ് കിട്ടിയിട്ടില്ല, എൻ്റെ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്, 1 വർഷമായി ഞാൻ ഇതിൻ്റെ പുറകെ നിൽക്കുന്നത്, എനിക്ക് എങ്ങനെയെങ്കിലും തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഞാൻ ഒന്നെങ്കിൽ അന്ന് വൈകിട്ട് അല്ലെങ്കിൽ കൃപാസനത്തിൽ വന്നതിൻ്റെ അടുത്ത ദിവസം എനിക്ക് ഏത് ഡോക്യുമെൻ്റ് ആണോ ഞാൻ പ്രാർത്ഥിച്ചത് അത് കിട്ടിയിട്ടുണ്ട്. മാതാവ് എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളൊരു പ്രസൻസ് എനിക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. സ്റ്റിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിസയ്ക്ക് വെച്ചത് ഭയങ്കര ലേറ്റായിട്ടാണ്. അപ്പോഴും എനിക്ക് ജൂലൈ ഇൻടേക്കിൽ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ വെച്ചത്. അങ്ങനെ ഫൈനലി ഞാൻ വിസയ്ക്ക് വെച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ വിസ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ വിസ ഇൻ്റർവ്യൂ ഇല്ലാതെ വിസ കിട്ടുകയെന്ന് വെച്ചാൽ അത്ര ഈസിയുള്ള കാര്യമല്ല. അപ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എനിക്ക് വിസ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് കിട്ടാതിരിക്കുമോ, വിസ റിജക്ഷൻ വരുമോ എന്നൊക്കെ ഉള്ളത്. ബട്ട് ഞാൻ മാതാവിൻ്റെ അടുത്തൊരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. ജൂൺ 10 എനിക്ക് വിസ ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ വിസ കിട്ടാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ജൂൺ 10 എനിക്ക് വിസ വന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ബട്ട് സ്റ്റിൽ എനിക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും ഇത് വേറെ എന്തിനോ നല്ലതിനാണ്, അല്ലെങ്കിൽ എൻ്റെ ടൈം ആയിട്ടില്ല, എനിക്ക് മാതാവ് തരും എന്നുള്ളത് ഭയങ്കര ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഒരു ഡേറ്റും കൂടെ വെച്ചു, ജൂൺ 14 എന്നുള്ളത്. അത് ഒരു സൺഡേ ആയിരുന്നു. അങ്ങനെ അടുത്ത ദിവസം ജൂൺ 15 മൺഡേ ആയി. ഞാൻ വിസ ഇൻ്റർവ്യൂയുടെ കാര്യമേ അങ്ങ് മറന്നുപോയി. ഫോണൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു അനോണിമസ് കോൾ വന്നു. അപ്പം ഞാൻ വിചാരിച്ചത് അത് ഇൻ്റർവ്യൂ കോളാണെന്നും പറഞ്ഞെടുത്ത് അറ്റൻഡ് ചെയ്തു. അപ്പോഴാണ് എൻ്റെ ഏജൻസിയിൽ നിന്ന് അവർ വിളിച്ചിട്ട് പറയുന്നത് വിസ ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ വിസ അപ്രൂവൽ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം. അതിന് ഞാൻ മാതാവിന് 1000 നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. താങ്ക് യു സോ മച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് വിസ കിട്ടണം. അതിന് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ എനിക്ക് ഫീസ് അടയ്ക്കാനുള്ള സമയമായി, ലിവിങ് എക്സ്പെൻസും അടയ്ക്കണം. ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ ഫീസ് അടച്ചു, ലിവിങ് എക്സ്പെൻസും അടച്ചു. അപ്പോൾ എൻ്റെ ഫീസ് കോളേജിൽ ചെന്നതിൻ്റെ ഒരു പ്രൂഫും കൂടെ വെച്ചാലേ എനിക്ക് ഈ വിസ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് കോളേജിൽ നിന്ന് വന്നു, അവർക്ക് ഇതുവരെ പ്രൂഫൊന്നും കിട്ടിയിട്ടില്ല, ഫീസ് അടച്ചതായിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ നേരിട്ട് വന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എനിക്ക് പോകണം, ഇത് ലാസ്റ്റത്തെ സ്റ്റേജാണ്, ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും പോകാൻ പറ്റും എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അവർക്ക് ഞാൻ കോളേജിന് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് തേച്ചു, തൈലം തേച്ചു പ്രാർത്ഥിച്ചു. അവർക്ക് ഞാൻ മെയിൽ അയച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള ഫീസ് കിട്ടിയിട്ടുണ്ടെന്നുള്ള റെസിപ്റ്റും പ്രൂഫും കിട്ടി. അങ്ങനെ ഞാൻ വീണ്ടും വിസയ്ക്ക് വെച്ചു. അപ്പോഴും ജൂലൈ 6 എനിക്ക് ഈ വിസയ്ക്ക് വെക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതിക്ക് മുമ്പ് ഞാൻ വെച്ചതുകൊണ്ട് തന്നെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, എനിക്ക് ഒരു ജൂലൈ ഒരു ഫസ്റ്റ് വീക്കിന് തന്നെ പോകാൻ പറ്റണം എന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് മാതാവ് ഇന്നലെ എനിക്ക് വിസ തന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ എല്ലാ ദിവസവും നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയിൽ പോക്ക് ഇതുവരെ മുടക്കിയിട്ടില്ല. പിന്നെ ആദ്യമേ പറഞ്ഞ പോലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലുമോ എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ 3ാമത്തെ ഉടമ്പടിയാണ് പുതുക്കുന്നത്. ഇനി 4ാമത്തെ പുതുക്കും അടുത്ത മാസം. ഇതുവരെ ഞാൻ രാവിലത്തെയോ രാത്രിത്തെയോ വൈകുന്നേരത്തെയോ പ്രാർത്ഥന മുടക്കിയിട്ടില്ല, കുർബാന മുടക്കിയിട്ടില്ല, ബൈബിൾ വായന മുടക്കിയിട്ടില്ല. കറക്റ്റ് രാവിലെ 5:30 എന്നുള്ളൊരു സമയം ഉണ്ടെങ്കിൽ അഥവാ എൻ്റെ അമ്മ എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെയോ എഴുന്നേക്കും. അത് മാതാവ് എന്നെ എഴുന്നേൽപ്പിക്കുന്നതാണ്.
അപ്പോൾ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ഓൾറെഡി ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും ഇപ്പോഴും ഞാൻ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സോഷ്യൽ വർക്ക് ആഗ്രഹിച്ച് എടുത്ത ഒരു കോഴ്സാണ്. അപ്പോൾ എന്നിൽ ആ ഒരു മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളവരോട് സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് ഓർഫനേജുകൾ, ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള സ്പെഷ്യൽ സ്കൂൾസ് അല്ലാതെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കുകയും അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യുകയും, പിന്നെ ഞാനൊരു ഏർണിംഗ് പേഴ്സൺ അല്ല, ബട്ട് എന്നാൽ പോലും എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണി ഞാൻ സേവ് ചെയ്തിട്ട് ഞാൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ മാതാവിൻ്റെ പത്രം അത് ഞാൻ പള്ളികളിൽ തന്നെയാണ് വിതരണം ചെയ്യാറുള്ളത്. കാരണം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതുകൊണ്ട് അവിടുത്തെ ആൾക്കാർ ഇന്ന് വരെ ഞാൻ പത്രം കൊടുത്തിട്ട് ആരും എൻ്റെ അടുത്ത് വേണ്ട അല്ലെങ്കിൽ ഇതെന്താണെന്നൊന്നും ചോദിച്ചിട്ട് പോലും ഇല്ല. അതും മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. സാധാരണ എൻ്റെ കൂടെ ഉള്ളവർ ഉടമ്പടി എടുത്തവരൊക്കെ പറയും എല്ലാവരും ഭയങ്കര മോശമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മേടിച്ചിട്ടില്ല എന്നൊക്കെ. ബട്ട് ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു അവരെന്തെങ്കിലും ചോദിച്ചാലും തിരിച്ച് മാതാവിൻ്റെ അനുഗ്രഹത്തെ പറ്റി പറയാനൊക്കെ. ബട്ട് മാതാവ് അതിലും എന്നെ അനുഗ്രഹിച്ചു. ഇതുവരെ ആരും എൻ്റെ അടുത്ത് ഞാൻ പത്രം കൊടുക്കുമ്പോൾ എനിക്കിത് വേണ്ട അല്ലെങ്കിൽ ഇതെന്താന്ന് ചോദിച്ചിട്ട് പോലും ഇല്ല. ഞാൻ ഇനിയും മാതാവിൻ്റെ കൂടെ തന്നെ എൻ്റെ ലൈഫ് ലോങ് എന്നും കാണും. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ആമേൻ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ലിയ ഷിബു ആലപ്പുഴ തൻ്റെ ഉപസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്കത് ജീവിക്കുവാനായിട്ട് പറ്റുമോ എന്നുള്ളത്. 3-ാമത്തെ പുതുക്കൽ കഴിഞ്ഞ് ആയിരിക്കുമ്പോഴും ഈ മകൾക്ക് പൂർണ്ണമായിട്ട് പറയാനായിട്ട് സാധിക്കുക ഉടമ്പടിയിൽ എനിക്ക് ഉറച്ചു നിൽക്കാനും ജീവിക്കാനും സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കടന്നുപോയ ജീവിതാവസ്ഥകളിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് IELTSൻ്റെ എക്സാമിനാണെങ്കിലും അത് നിരവധിയായ തടസ്സങ്ങൾ വന്നപ്പോഴും പരിശുദ്ധ അമ്മയോട് ചേർന്നപ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടും ഒരു തടസ്സമല്ലാത്ത രീതിയിൽ അമ്മയുടെ ഇടപെടലിലൂടെ അത് മാറ്റിയെടുക്കുവാനും അത് പാസ്സാകുവാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇമാൾക്ക് പോകാനുള്ള കാര്യങ്ങളാണെങ്കിലും പല വിധത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും വിസ തടസ്സമാണെങ്കിലും അതുപോലെ ബാങ്കിലൊക്കെ നിരവധിയായ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ട് വന്നപ്പോഴും പരിശുദ്ധ അമ്മയോട് ഉറച്ചു നിന്നതുകൊണ്ട് മാത്രം പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ജീവിക്കുവാനും സാധിച്ചപ്പോഴും പരിശുദ്ധ അമ്മ ഈ മകളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുതന്നെ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണത്തിന് കീഴിലാണ് ഈ മകൾ ഉണ്ടായിരുന്നത്. പരിശുദ്ധ അമ്മയിലുള്ള വലിയൊരു ഹോപ്പ് തന്നെയാണ് ഈ മകളെ പൂർണ്ണമായിട്ടും അൾത്താരയ്ക്ക് മുമ്പിൽ സാക്ഷിയാകുവാനായിട്ട് അമ്മ അനുവദിക്കുകയും ചെയ്തത്. പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണയിലാണ് ഈ മകൾ കടന്നു പോകുന്നതും വിദേശത്തേക്ക് പോകുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കേണ്ട സാധിക്കാം. ഇനി മുമ്പോട്ടുള്ള ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് വലിയ ജീവിതാനുഭവങ്ങളും വലിയ കാരണപ്രവൃത്തികളും ചെയ്യാൻ ഈ മകൾ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് അൾത്താരയിൽ ഉയർത്തണമേ. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ഈ പരിപാവനമായ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നെയും എൻ്റെ മകനെയും നിർത്തിയ അമ്മയ്ക്ക് തിരുക്കുമാരനും കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. എൻ്റെ പേര് സതി, ഞാൻ വൈക്കത്തുനിന്ന് വരുന്നു. എൻ്റെ കൂട്ടുകാരി അംബികയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചത്. ഞാൻ 4/7/23 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളുടെ ജോലി കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ മകൻ വിഷ്ണു 23 ജപമാല റാലിയിൽ പങ്കെടുക്കുവാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ജോലി, നേഴ്സിംഗ് അസിസ്റ്റൻ്റാണ്. അവിടുന്ന് ലീവ് കിട്ടാത്തതിൻ്റെ പേരിൽ എനിക്ക് 23 ജപമാല റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. 2024 ജപമാല റാലി ഒക്ടോബർ 1 മുതൽ ഞാൻ അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ പെടുത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഓൺലൈനായിട്ട്. അപ്പോഴാണ് എൻ്റെ മോൻ പറയുന്നത്, അമ്മയെ നമുക്ക് 24 ജപമാല റാലിക്കും പങ്കെടുക്കാൻ സാധിക്കില്ല, അവന് എക്സാമിൻ്റെ ഡേറ്റ് അന്ന് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു. ദൈവമേ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഈ ജപമാല റാലിയിൽ എൻ്റെ മകനെ ഒന്ന് പങ്കെടുപ്പിക്കാൻ സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാനത് ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ
ഒരാൾ എന്നോട് പറഞ്ഞു വാളണ്ടിയർമാർക്കുള്ള റാലി ഒരാഴ്ച മുമ്പേ ഉണ്ട്, അപ്പോൾ സതി മോനെയും കൂട്ടി ഒന്ന് വന്നു നോക്കൂ. അപ്പോൾ ഞാൻ 6 മണിയായപ്പോൾ ആ റാലിക്ക് വേണ്ടിയിട്ട് കൃപാസനത്തിലെത്തി. ഞാനും എൻ്റെ മകനും കൂടെ റാലിയിൽ പങ്കെടുത്തു. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത്, നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിക്കാൻ പാടില്ലായിരുന്നോ? അപ്പോൾ ഒത്തിരി നല്ലതായിരുന്നല്ലോ, ജോലി അവന് ഉറപ്പാകുമായിരുന്നല്ലോ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സ് കൊണ്ട് ഭയങ്കര വിഷമമായി. അതിന് സാധിച്ചില്ലല്ലോ ദൈവമേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ സാരമില്ല എന്ന് പറഞ്ഞ് നല്ലോണം ഞാനും എൻ്റെ മകനും കൂടെ നന്മ നിറഞ്ഞ മറിയമയെ ചൊല്ലി പ്രാർത്ഥിച്ച് പോവുമായിരുന്നു. അപ്പോഴാണ് മാരാരി ബീച്ചിൻ്റെ അവിടം കഴിഞ്ഞപ്പോൾ ഒന്ന് വിശ്രമിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും ജോമോൾ സിസ്റ്ററും വേറെ 2-3 പേരും കൂടെ നടന്നു വരുന്നത് കണ്ടത്. ഞാൻ എൻ്റെ മകനെയും വിളിച്ചുകൊണ്ട് പോയി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ചോ അടുത്ത ആഴ്ച അവന് വരാൻ പറ്റില്ല, അവൻ എക്സാമാണ് അച്ചോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ആഴ്ച ഈ റാലിയിൽ പങ്കെടുത്തത്. അപ്പോൾ അച്ഛൻ അവനോട് ചോദിച്ചു, നിൻ്റെ പേരെന്താടാ? അവൻ പറഞ്ഞു, എൻ്റെ പേര് വിഷ്ണു എന്നാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, സാരമില്ലടാ, നീ പോയി എക്സാം എഴുതിക്കോ, നീ നന്നായി വരും, നിനക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും എന്ന് പറഞ്ഞു അവനെ അനുഗ്രഹിച്ചു, എന്നെ അനുഗ്രഹിച്ചു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന്. സന്തോഷമായിട്ട് ഞാൻ ആ റാലി പൂർത്തിയാക്കി തിരിച്ച് വീട്ടിൽ പോയി. ജപമാല റാലിയുടെ അന്ന് എൻ്റെ മകൻ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് ഉപ്പും തൈലവും കഴിച്ചു. ഉപ്പ് പൊതിഞ്ഞുകൊണ്ട് അവൻ പോവുകയും ചെയ്തു. കാശുരൂപം കഴുത്തിലിട്ടുകൊണ്ടാണ് അവൻ എക്സാമിന് പോയത്. എക്സാം ഹാളിൽ കയറി അവൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അപ്പം തന്നെ എതിർവശത്ത് അവനൊരു പള്ളി ഉണ്ടായിരുന്നു, അത് കണ്ടു. അവന് സമാധാനം, അമ്മ കൂടെ ഉണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ എക്സാം എഴുതി. റിസൾട്ട് വന്നപ്പോൾ അവന് 42ാം റാങ്ക് കൊടുത്ത് അമ്മ അവനെ അനുഗ്രഹിച്ചു. PSC റാങ്ക് ലിസ്റ്റ് 42 കൊടുത്ത് അമ്മ അവനെ അനുഗ്രഹിച്ചു. ഇപ്പോൾ അവന് അപ്പോയിൻമെൻ്റ് ഓർഡറുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ റാലിയിൽ വെച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, അമ്മേ എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാനും എൻ്റെ മകനും വാളണ്ടിയർമാരുടെ റാലിയിൽ ജപമാല റാലിയിൽ വാളണ്ടിയറായിട്ട് വരും, ഞാനും എൻ്റെ മകനും. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. 10 കെട്ട് പത്രവും വാങ്ങിച്ച് ഞാൻ വിതരണം ചെയ്തിട്ട് ഇന്ന് വീട്ടിൽ പോകത്തുള്ളൂ. അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും ഞങ്ങളെല്ലാവരും അമ്മയിൽ വിശ്വാസമുള്ളവരാണ്. ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കാതെ ഞങ്ങൾ ഒരിടത്തും പോകാറില്ല. എൻ്റെ പിള്ളേരും അവരൊരുങ്ങിയിട്ട് പറയും, അമ്മേ തൈലം തൂത്ത് പ്രാർത്ഥിക്കമ്മേ, ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അമ്മയിൽ ഞാൻ സമർപ്പിച്ച് വിടും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരാപത്തും വരാതെ മാതാവേ ഈശോയെ നീ കൂടെ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കും. ജപമാല ചൊല്ലാറുണ്ട് എനിക്കറിയാവുന്നിടത്ത് പോലെ. പിന്നെ ബൈബിള് വായിക്കുന്നുണ്ട്, കാരുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്, പത്രം മേടിച്ച് വിതരണം ചെയ്യാറുണ്ട്, ബൈബിള് വായിക്കാറുണ്ട്. പാവപ്പെട്ട രോഗികളെ ചെന്ന് അനാഥാലയത്തിൽ ചെന്ന് കണ്ട് അവർക്കൊരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസയും ഡ്രസ്സും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഒരമ്മച്ചിക്ക്, ആരുമില്ലാത്തൊരമ്മച്ചിക്ക് എന്നാൽ കഴിയുന്ന പോലെ മാസം തോറും ഞാനൊരു ചെറിയ തുക അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അത്ഭുതകരമായി എൻ്റെ മകനെയും അമ്മ മാതാവ് രക്ഷിച്ച ഒരു സംഭവം, ഞാനും എൻ്റെ കുഞ്ഞും മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് കല്ലറ എന്ന ഭാഗത്ത് വെച്ച് അത്ഭുതകരമായി ബൈക്ക് വണ്ടി വളഞ്ഞെടുത്തപ്പോൾ KSRTC ബസ്സിൻ്റെ അടിയിലോട്ട് എൻ്റെ കൊച്ചും ഞാനും കൂടെ പോയി. എന്നെ എടുത്തു മാറ്റിയ പോലെ എൻ്റെ അമ്മ മാതാവ് എന്നെ രക്ഷിച്ചു. ഞാൻ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാനിന്നിവിടെ ജീവനോടെ നിൽക്കത്തില്ലായിരുന്നു. എല്ലാവരും ഓടിക്കൂടി. അപ്പോൾ ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ മകനും എഴുന്നേറ്റ് വന്നു. വണ്ടിക്കൊരു ചെറിയ പോറൽ മാത്രമേ വന്നുള്ളൂ. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. എൻ്റെ മകന് ഞാൻ കൊടുക്കാം. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. ഇനിയും സാക്ഷ്യം പറയാൻ എന്നെ ഇവിടെ വരുത്തും എൻ്റെ അമ്മ. അതിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും അമ്മയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ അമ്മയുടെ കൂടെ നിന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. എക്സാം എഴുതാൻ പോകുമ്പോൾ കാശിരൂപവും ഉപ്പും തൈലവുമായിട്ടായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ ആകെ കാശിരൂപവും വെച്ചിട്ട് 2 എക്സാമേ എഴുതിയിട്ടുള്ളൂ. LGSൻ്റെ എക്സാമും LDCയുടെ എക്സാമും. രണ്ടിലും ഞാൻ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്.
LGSൻ്റെ റാങ്ക് ലിസ്റ്റ് LGSൻ്റെ ജോലിക്ക് ഞാൻ മെയ് 7-ാം തീയതി കയറി. 7-ാം തീയതി എന്നുള്ളത് അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ദിവസം തന്നെ ആയതിനാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പിന്നെ LDCയിലും റാങ്ക് ലിസ്റ്റിലുണ്ട്. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു പോകും. ഇതെല്ലാം ദൈവമാണ് എനിക്ക് തന്നത്. മാതാവിനും യേശുവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഇവൻ്റെ കഴിവുകൊണ്ടല്ല ഈ ജോലി ലഭിച്ചത്, എൻ്റെ മാതാവിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. അത്രയ്ക്കുള്ള പഠിത്തമൊന്നും എൻ്റെ മകനില്ല. എൻ്റെ അമ്മയാണ് ഇത് വാങ്ങിച്ചു തന്നത്. ഇതെൻ്റെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. 40-ാം സങ്കീർത്തനം 5-ാം തിരുവചനമാണ്. ഇന്ന് സതി തൻ്റെ മകൻ വിഷ്ണുവുമായിട്ട് തൻ്റെ മകന് കിട്ടിയ അപ്പോയിൻമെൻറ്റ് ലെറ്ററുമൊക്കെ ആയി ഇവിടെ വന്നു നിന്ന് അനുഭവസാക്ഷ്യം പങ്കുവയ്ക്കുന്നു. മകൻ എങ്ങനെ തൻ്റെ മകന് ജോലി സാധ്യതയുണ്ടായി. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇവിടെ വന്ന് ഞങ്ങളോട് തന്നെ ചോദിക്കാറുണ്ട്, അച്ഛനെ കാണാൻ പറ്റുമോ. എന്നാൽ ഇന്ന് സതി പറഞ്ഞത് അച്ഛനെ കാണണമെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു. അതായത് ഒരു ജോലിക്ക് ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പ് അത് അമ്മയുണ്ടല്ലോ, ആ ഒരു ചിന്ത മാത്രമാണ്. അമ്മയും ഈശോയും ഉണ്ട്. അപ്പോഴതിനിവർ പ്രാധാന്യം കൊടുത്തു. അങ്ങനെ മറ്റൊരു സഹോദരി പറഞ്ഞാണ് അച്ഛനെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ. അപ്പോഴാണ് ഇവർക്കും ഒരു ആഗ്രഹം തോന്നുന്നത്. എന്നാൽ അത് അമ്മ ഉടനെ ഏറ്റെടുത്തത് എങ്ങനെയെന്നാണ് നാം ചിന്തിക്കേണ്ടത്. അവർക്ക് വോളണ്ടിയർമാരുടെ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു. ജപമാല റാലിക്ക് വോളണ്ടിയറായിട്ട് ഈ മകളും മകനും തൻ്റെ മകനുമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ജപമാല റാലിക്ക് വന്നപ്പോൾ അവിടെ തങ്ങളുടെ അടുത്തേക്ക് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ വരുന്നതായിട്ടാണ് അവർ കാണുന്നത്. അതായത് ഇവിടെ നാം വന്ന് അച്ഛനെ കാണണമെങ്കിൽ ചീട്ടെടുക്കണം, ക്യൂ നിൽക്കണം, ചീട്ടെടുക്കണം. എന്നാൽ അമ്മ നമുക്ക് വേണ്ടിയിട്ട് തുനിയും. അമ്മ നമ്മുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ, ഈശോ നമ്മുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ അച്ഛൻ തനിയെ നമ്മുടെ അടുത്തേക്ക് വരും. അതാണ് ഈ മക്കൾക്കുണ്ടായത്. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് ഈ മക്കൾക്ക് കിട്ടുകയാണ് മാരാരിപ്പുറം കടലോരത്ത് വെച്ച്. പിന്നീട് ഈ മകൻ ഇപ്പോൾ 2 എക്സാം എഴുതി, 2 എക്സാമിലും റാങ്ക് ലിസ്റ്റിലുണ്ട്. ഇവിടെ PSC വഴി കിട്ടിയ ആദ്യത്തെ അപ്പോയിൻമെൻറ്റിന് തന്നെ ഈ മകൻ ജോയിൻ ചെയ്തു. മെയ് 7-ാം തീയതി. മെയ് 7 എന്ന് പറയുമ്പോൾ 7 എപ്പോഴും അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡേറ്റാണ്. അങ്ങനെ ഏറ്റവും സന്തോഷത്തോടെ ഇന്ന് ഈ കുടുംബം ഇവിടെ വന്ന് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് കർത്താവിനെ തങ്ങൾ അറിഞ്ഞത് മുതൽ ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതം എങ്ങനെ താനും തൻ്റെ കുടുംബവും സമർപ്പിക്കുന്നു എന്നൊക്കെ സതി എന്ന ഈ മകൾ ഇവിടെ പറയുകയുണ്ടായി. ഒരപകടത്തിൽ നിന്നുള്ള സംരക്ഷണം, ബസ്സിൻ്റെ അടിയിലേക്ക് തങ്ങൾ സഞ്ചരിച്ചിരുന്ന വെഹിക്കിൾ പോകുമ്പോഴും അവിടെ നിന്ന് ആരോ വലിച്ചു പുറത്തിറക്കിയതുപോലെ തനിക്ക് അനുഭവപ്പെട്ടു. അതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എന്നും എവിടെ പോയാലും തൻ്റെ മക്കൾക്കായാലും തനിക്കായാലും സഞ്ചരിക്കുന്ന വെഹിക്കിളിനായാലും ഒക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടേ തങ്ങൾ പുറത്തു പോകാറുള്ളൂ. അവിടെയെല്ലാം അമ്മയ്ക്കറിയാം ഇവരുടെ ഹൃദയം എങ്ങനെയാണെന്ന്, അമ്മയെ വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഹൃദയമാണെന്ന്. അവിടെയൊക്കെ സംരക്ഷണം കിട്ടുകയാണ്. ഇത് തന്നെയാണ് ഇവിടെ നാമും കേട്ടത്. അതായത് ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. ദൈവം നമുക്ക് വേണ്ടി ശ്രദ്ധിച്ച് കാതോർത്തിരിക്കുകയാണ്. നാം കർത്താവിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരു 100 കാര്യങ്ങൾ ചെയ്യും. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് രാജൻ. ഇതെൻ്റെ ഭാര്യ അജിത, മകൾ ജ്യോതിക. ഞങ്ങൾ കോട്ടയം ജില്ലയിൽ പൊൻകുന്നത്ത് നിന്ന് വരുന്നു. 9 പ്രാവശ്യം പുതുക്കി
ഈ ഇടവേളയിൽ ഞങ്ങൾക്ക് അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. അതിനും കൊടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം 10 വർഷമായിട്ട് വിൽപ്പന നടക്കാതിരുന്ന സ്ഥലം വിറ്റ് കിട്ടിയതിലാണ്. എൻ്റെ ഭാര്യയുടെ വീതത്തിൽ ഇടുക്കി ജില്ലയിൽ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്നത് പൊൻകുന്നത്തുമാണ്, കോട്ടയം ജില്ലയിലാണ്. ആ സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് 10 വർഷമായിട്ടും വിൽപ്പന നടക്കുന്നില്ല. അവിടുത്തെ സമീപവാസികൾക്ക് ആ സ്ഥലം വേണം, പക്ഷെങ്കിൽ അവർക്ക് വേണ്ടുന്ന വില തരാൻ സാധിക്കുകയില്ല. ആ കാരണത്താൽ അത് വിൽപ്പന നടക്കാതെ 10 വർഷം ഇങ്ങനെ കിടന്നു. ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. സ്ഥലത്തിൻ്റെ ആധാരം ഇവിടെ കൊണ്ടുവന്ന് ജോസഫിനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങി. അച്ഛൻ അമ്മയുടെ കാശുരൂപം തന്ന് അത് ആ സ്ഥലത്ത് കൊണ്ട് സ്ഥാപിച്ചു. പരിശുദ്ധ ഉപ്പ് തളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ മാസം ആദ്യവാരം കുറച്ച് സ്ഥലം വിറ്റു. അതിനുശേഷം ബാക്കി സ്ഥലം ഈ മാസം ആദ്യവാരം വിൽപ്പന നടന്നു. അത് അടുത്ത മാസം ഈ ആഴ്ച തന്നെ അടുത്ത ആഴ്ച എഴുതുകയാണ്. ഈ കാര്യം സാധിച്ചത് അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹത്താൽ മാത്രമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി വീണ്ടും പറയുന്നു. അടുത്ത സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ മദ്യപാനത്തെക്കുറിച്ചാണ്. ഞാൻ 40 വർഷമായിട്ട് മദ്യപിക്കുന്നയാളാണ്. ഞാനൊരു എക്സർവീസ്മാനാണ്. എനിക്ക് മദ്യം കിട്ടാനുള്ള സോഴ്സ് ഉണ്ട്. അത് കാരണം ഞാൻ ശരിക്കും അങ്ങ് മദ്യപിച്ചു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള ഒരുക്കത്തിനായി 2 ദിവസത്തേന് മദ്യപാനം ഉപേക്ഷിച്ചിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇന്ന് വരെ ആ മദ്യപാനം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഒരു തുള്ളി പോലും മദ്യപിക്കാതെ എന്നെ അമ്മയും തിരുക്കുമാരനും മുന്നോട്ട് നയിക്കുന്നു. മദ്യപിക്കാതിരുന്നിട്ട് ഇപ്പോൾ 2.5 വർഷമായി. എനിക്കിപ്പോൾ ഒരു തുള്ളി പോലും മദ്യപിക്കണമെന്നൊരു ആഗ്രഹമേ ഇല്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ മദ്യപാനം നിർത്തിയിട്ടുണ്ട്. പക്ഷെങ്കിൽ അത് 1 മാസം വരെയൊക്കെ നീണ്ടുപോകുള്ളായിരുന്നു. ആ സമയത്ത് മാനസികമായിട്ട് വളരെ സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം പറഞ്ഞറിയിക്കാൻ മേലാത്തൊരു അനുഭൂതിയാണ് എനിക്കുള്ളത്. അതേപ്പറ്റി ഒരു ചിന്തയിൽ ഞാൻ 1 വർഷം കഴിഞ്ഞാണ് അങ്ങനെ ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ കയറി വരുന്നത്, മദ്യപിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് മദ്യപിക്കണമെന്ന് തോന്നുന്നേ ഇല്ല. അത് അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ എന്നും വിശ്വസിക്കുന്നു. കൊടാനുകോടി നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇനി അടുത്ത സാക്ഷ്യം പറയാനുള്ള എൻ്റെ ഭാര്യ. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അജിത. എനിക്ക് കിട്ടിയ രോഗസൗഖ്യമാണ് പറയാനുള്ളത്. എനിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ നട്ടലിന് പ്രശ്നമായിരുന്നു. ഡിസ്ക് തെന്നിയിട്ട് എനിക്ക് ബസ്സിൽ കയറിയൊന്നും കുറച്ച് സമയം ഇരിക്കാനോ യാത്ര ചെയ്യാനോ പറ്റത്തില്ലായിരുന്നു. അതുപോലെ തന്നെ വീട്ടുപണി എടുക്കുവാനോ ഒന്നും സാധിക്കത്തില്ലായിരുന്നു. ഉടമ്പടി എടുത്ത ആദ്യത്തെ ജപമാല റാലിയിൽ പങ്കെടുത്തു കഴിഞ്ഞ് അതിനുശേഷം എനിക്ക് ഇന്നു വരെ ആ നട്ടിൽ വേദനയോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ കൈ മൊത്തം ചൊറിഞ്ഞ് അങ്ങനെ റെഡ് കളറിൽ കിടക്കുകയായിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ സ്ഥലം വിൽപ്പനയായിട്ട് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കാണാൻ വന്നപ്പോൾ അച്ഛൻ എന്നോട് ചോദിക്കുകയും ഇതെന്ത് പറ്റിയതാണെന്ന് ചോദിക്കുകയും എൻ്റെ ഒരു നിമിഷം നിൽക്കുക എൻ്റെ കയ്യിൽ, എന്നിട്ട് അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇതുവഴി എൻ്റെ കയ്യിൽ ആ പാടൊക്കെ പോയെന്ന് പോലും അറിയത്തില്ല. ചൊറിച്ചിലും പൂർണ്ണമായി സുഖപ്പെട്ടു. പിന്നെ എനിക്ക് പറയാനുള്ള, ഒരു ദിവസം അടുക്കളയിൽ പണിതുകൊണ്ടിരുന്നപ്പോൾ തിളച്ച എണ്ണ കയ്യിൽ വീണു. കുറേ ഭാഗം പൊള്ളിയിട്ട് പൊങ്ങിയൊന്നുമില്ല. അതിന് മുമ്പേ ഞാൻ ഓടിച്ചെന്ന് തൈലം എടുത്ത് പൂശി. അതോടുകൂടി ഒരു പാട് പോലുമില്ലാതെ അത് സുഖപ്പെട്ടു. അത്രയും രോഗസൗഖ്യങ്ങളാണ് എനിക്ക് കിട്ടിയത്. ആദ്യം തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജ്യോതിക. ഞാൻ ഡിസംബർ 14, 2023 ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഞാൻ +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. ഞാൻ പഠിത്തത്തിന് ഭയങ്കര പുറകോട്ടായിരുന്നു. മോഡൽ എക്സാം എല്ലാം സ്കൂളിൽ ഇടുമ്പോൾ ഞാൻ ഫെയിൽ ആവുക മാത്രമായിരുന്നു. അങ്ങനെയൊക്കെ ബോർഡ് എക്സാം വന്നു. ഞാൻ ബോർഡ് എക്സാമിന് പോകുമ്പോഴത്തേന് നേർച്ചവസ്തുവായ തൈലവും തേച്ച് ഉപ്പുമായിട്ടാണ് എപ്പോഴും പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ ആദ്യം തന്നെ വിശ്വാസപ്രമാണവും നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വർഗസ്നായം ചൊല്ലിയിട്ട് മാത്രമേ ഞാൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പോലും വായിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് ഉപ്പ് ഇടുകയും ആൻസർ ഷീറ്റ് ഉപ്പിടുകയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് എഴുതുകയും കൃപാസന അമ്മ എന്ന് എഴുതിയിട്ട് അമ്മയ്ക്ക് ഇത് ഏൽപ്പിക്കുകയാണ്, അമ്മയാണ് എൻ്റെ പേപ്പർ നോക്കുക എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുള്ളൂ. പരീക്ഷ നല്ല പാടായിരുന്നു. എക്സാമിന് ഞാൻ ജയിക്കുമെന്ന് ഞാനോ എൻ്റെ വീട്ടുകാരോ ഒരിക്കലും ചിന്തിച്ചതല്ല. തോക്കുന്നത് തന്നെയാണ് വിചാരിച്ചത്. അങ്ങനെയൊക്കെ എക്സാം റിസൾട്ട് വന്നു. ഞാൻ CBSEയിലാണ് പഠിച്ചത്. തോക്കും എന്ന് വിചാരിച്ച എനിക്ക് 0% മെറിറ്റുള്ള എനിക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഒറ്റ ഇതിൽ 75% മാർക്കോടെ കൂടെ ഞാൻ പാസ്സായി.
പിന്നീടുള്ള അഡ്മിഷനാണെങ്കിലും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എനിക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റ് പോലെ തന്നെ എനിക്ക് വന്നു തുടങ്ങി കോളേജിൻ്റെ അഡ്മിഷന്. ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു പള്ളിയുടെ അടുത്ത് തന്നെ എനിക്ക് കോളേജ് കിട്ടുകയും ചെയ്തു. ഇപ്പം ഞാൻ സെക്കൻഡ് ഇയർ BCA സ്റ്റുഡൻ്റാണ്. അത് കഴിഞ്ഞിട്ടുള്ള എക്സാമിനാണെങ്കിലും സെമ്മാസാമിനുള്ള ഒരു കുഴപ്പമില്ല. എപ്പോഴും ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈരും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. എല്ലാ എക്സാമിനും തോക്കുമെന്ന് എപ്പോഴും കഴിയുന്ന എല്ലാ എക്സാമിനും അമ്മ എന്നെ പാസ്സാക്കി വിട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ രോഗസൗഖ്യമാണ്. എനിക്ക് 10-12 വർഷമായിട്ട് ടോൺസിലുണ്ട്. എനിക്ക് ഐസ്ക്രീമോ അല്ലെങ്കിൽ ഒരു തണുത്ത ഒരു വസ്തു എനിക്ക് കഴിക്കാൻ പറ്റില്ല. കഴിച്ചാൽ അതിൻ്റെ പിറ്റേന്ന് തന്നെ എനിക്ക് ടോൺസിൽ പിടിക്കും. ചോറുണ്ണാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല. ഒരുപാട് ആയുർവേദമൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് നാളത്തേന് പോവും, പിന്നെ അത് തിരിച്ചു വരും. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് പുതുക്കി പ്രാർത്ഥിച്ചത് തൈലം പറ്റി ഉപ്പും തേച്ച് എൻ്റെ തൊണ്ടയെ പറ്റി പ്രാർത്ഥിച്ചു. അതിൽ പിന്നെ എനിക്ക് ടോൺസിലൈറ്റീസ് ഉണ്ടായിട്ടേ ഇല്ല. ഈ ചെറുതും വലുതുമായ 1000 അനുഗ്രഹങ്ങൾക്ക് അമ്മയോട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ലോണ് BCAക്ക് ലോണ് പഠിക്കാൻ വേണ്ടി ലോണിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ആദ്യം അപ്ലൈ ചെയ്തു, റിജക്റ്റായി. 1 വർഷത്തേന് കിട്ടിയില്ല. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കിയ ശേഷം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആ 3 ദിവസത്തിനുള്ളിൽ എനിക്കത് ലോൺ പാസ്സാക്കുകയും ഫുൾ തുക ഒരുമിച്ചടയ്ക്കാൻ പറ്റുകയും ചെയ്തു. എല്ലാത്തിനും അമ്മമാരനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ എനിക്കിവിടെ ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കാൻ വന്ന ടൈമിൽ ആദ്യം എനിക്ക് അറിയത്തില്ലെങ്കിൽ 18 വയസ്സായാലേ ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ എന്ന്. അവർ ചോദിച്ചു, എനിക്ക് 18 വയസ്സ്. കറക്റ്റ് അന്ന് എനിക്ക് 18 വയസ്സ് തികയായിരുന്നു. ഡിസംബർ 14 എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇന്ന് ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും നല്ല ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് ഞാൻ അത് കരുതുന്നത്. ഈ സന്നിധി എൻ്റെ ബർത്ത്ഡേ അന്ന് വരാൻ കഴിഞ്ഞത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞങ്ങൾ പ്രിയക്ഷരപരമായിട്ട് എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങും, എല്ലാ സ്ഥലങ്ങളിലും വിതരണം ചെയ്യും. സ്ഥലത്തിൻ്റെ അഡ്വാൻസ് കിട്ടിയപ്പോൾ തന്നെ കഴിഞ്ഞ മാസം വന്ന് 100 കെട്ട് പത്രം വാങ്ങി എല്ലാ സ്ഥലങ്ങളിലും വിതരണം ചെയ്തിരുന്നു. 2 നേരവും പ്രാർത്ഥിക്കും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും അറ്റൻഡ് ചെയ്യും. സമയത്ത് തന്നെ, കറക്റ്റ് സമയത്ത് തന്നെ 5:30 തന്നെ ഞങ്ങൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ ബൈബിൾ വായിക്കും, പിന്നെ ജപമാല ചൊല്ലും. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞങ്ങൾ കുർബാന കൂടാറുണ്ട്. കുർബാന സ്വീകരിക്കാറില്ല. ഞങ്ങളൊക്കെ രജിസ്റ്ററാണ്, അതുകൊണ്ട് സ്വീകരിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് സ്വീകരിക്കാറില്ല. പക്ഷേ പള്ളിയിൽ പോയി കുർബാന കൂടാറുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ സർക്കാർ ആശുപത്രിയിൽ പോയി രോഗികളെ കാണും, അവരെ ആശ്വസിപ്പിക്കും, അവർക്കടെ രോഗശാന്തിക്കായി രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ പൊതിച്ചോറുണ്ടാക്കി ഞങ്ങൾ റോഡ് സൈഡിൽ നിന്ന് വൃക്ഷയാതിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട്. പാലായിൽ മര്യാദസാധനം എന്നൊരു സ്ഥാപനമുണ്ട്. അവിടെ കിടപ്പ് രോഗികളും മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമാണ്. അവിടെ പോയി അവരെ കിടപ്പ് രോഗികളെ കുളിപ്പിക്കുകയും അവിടെ പരിസരമൊക്കെ വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യും. ഇത്രയും അനുഗ്രഹം നൽകിയ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിക്കും. മത്തായി ശ്ലീഹയുടെ വിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 14-ാം തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങൾ ശീലോഹാക്കുളമാകും. ഇവിടെ എങ്ങനെയാണ് എല്ലാവർക്കും വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂടാരമായിട്ട് കൃപാസനം മാറുന്നതെന്നും എല്ലാവർക്കും രക്ഷ പ്രദാനം ചെയ്യുന്ന, എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന് ശിമയോൻ ദീർഘദർശി പ്രവചിച്ചതുപോലെ എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ വീണ്ടും വീണ്ടും ഈ അൾത്താരയിൽ അവതരിക്കുമാറ് ഓരോ സാക്ഷ്യങ്ങളും ഇവിടെ പറയപ്പെടുന്നതെന്ന് നാം ശ്രദ്ധിക്കണം. ഇന്ന് രാജൻ എന്ന മകനും അദ്ദേഹത്തിൻ്റെ വൈഫും മകളും 3 പേരാണുള്ളത്. 3 പേരും ഉടമ്പടി എടുത്ത മക്കളാണ്. ഉടമ്പടി എടുത്ത് അവരോരോരുത്തരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ദൈവസ്നേഹത്തോടെ നിറവേറ്റുന്നു. തങ്ങൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനൊന്നും കടപ്പെട്ടവരല്ല, എന്നാൽ അതിനും അവർ സംബന്ധിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഗ്രന്ഥ വായന, അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം. 10 വർഷമായ തങ്ങളുടെ സ്ഥലം വിൽപ്പന നടക്കാതിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ ബ്ലസ് ചെയ്ത് വിടുന്നു. പിന്നീട് സ്ഥലത്തിന് ആദ്യത്തെ അഡ്വാൻസ് കിട്ടുമ്പോൾ തന്നെ 100 കെട്ട്
കൃപാസന പത്രമാണ് ഈ മക്കൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അങ്ങനെ അതെല്ലാം അപ്പോൾ എത്രയോ മക്കൾക്കാണ് ഇവർ ദൈവത്തെ കൈമാറുന്നത്. ഈ ദൈവത്തെ കൈമാറുന്നവരുടെ അടുത്തേക്കാണ് തീർച്ചയായും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും അറിയാത്തവരെ അറിയിക്കാനും, ക്രിസ്തുവിനെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുക, ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുക, അതാണ് ഉടമ്പടിയുടെ ധർമ്മമായിട്ട് ഓരോ മക്കളും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്. അങ്ങനെ തങ്ങളോട് എന്തെല്ലാമാണോ ഉടമ്പടിയിൽ തങ്ങൾ ചെയ്യേണ്ടത് അതെല്ലാം ഏറ്റവും വിശ്വസ്തമായും സത്യസന്ധമായും ചെയ്യുന്നു. ഇന്ന് ഈ കുടുംബം സന്തോഷത്തോടെയാണ് ഇവിടെ വന്ന് നിൽക്കുക. രോഗസൗഖ്യം കിട്ടിയതിൻ്റെയും തങ്ങൾക്ക് വർഷങ്ങളായിട്ട് വിറ്റുപോകാത്ത തങ്ങളുടെ സ്ഥലം വിൽപ്പന നടന്നതിൻ്റെയും തനിക്ക് 40 വർഷത്തോളമായിട്ടുള്ള മദ്യപാനം അതിൽ നിന്ന് മോചനം ലഭിച്ചതിൻ്റെയും ഇപ്പോൾ 2.5 വർഷമായി ഈ മകൻ മദ്യപിക്കുന്നില്ല. തനിക്ക് എന്തോ അളവില്ലാത്ത രീതിയിലുള്ള എന്തെന്നില്ലാത്ത രീതിയിലുള്ള ഒരു സമാധാനമാണുള്ളതെന്നാണ് പറയുക. സമാധാനവും സന്തോഷവും. തനിക്കിതിനു മുൻപ് താൻ മദ്യപാനം നിർത്തുവാൻ നോക്കുമ്പോഴൊക്കെ തനിക്ക് ഒത്തിരിയേറെ പിരിമുറുക്കങ്ങളായിരുന്നു, ബുദ്ധിമുട്ടുകളായിരുന്നു. എന്നാൽ ഇതൊന്നുമില്ല. ഇന്ന് താൻ മദ്യപാനം നിർത്തിയെന്ന് പോലും അദ്ദേഹത്തിന് തോന്നിയില്ല എന്നാണ് പറയുക. 1 വർഷം കഴിഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ദൈവത്തിൻ്റെ അനുകമ്പ നേടുവാനായിട്ട് നാം കേട്ട തിരുവചനം പോലെ അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. കർത്താവിന് അനുകമ്പ തോന്നുന്ന മക്കളായിട്ട് നാം ഇവിടെ ആയിരിക്കുന്നു. നാം പ്രാർത്ഥിക്കുന്ന ഈ സ്ഥലം ഒരു ബെത്സൈദ കുളമാണ്. ബെത്സൈദ കുളക്കരയിലെ രോഗി എങ്ങനെയാണോ രോഗശാന്തി നേടിയത്, ആരുമില്ലാഞ്ഞിട്ടും കർത്താവ് അവനെ കണ്ടു. നീ സൗഖ്യമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല എന്നവൻ പറയുമ്പോൾ അവൻ്റെ മേൽ അലിവ് തോന്നുന്ന കർത്താവ്, അലിവ് തോന്നിയ കർത്താവ്, അവനെ തൊട്ട കർത്താവ് ഇന്ന് ഈ കൃപാസന കൂടാരത്തിൽ നമ്മോടൊപ്പമുണ്ട്, ഓരോ ഭവനത്തോടൊപ്പമുണ്ട്. നാം ചെയ്യേണ്ടതൊന്നു മാത്രം, ഉടമ്പടിയിൽ വിശ്വസ്തരും സത്യസന്ധരുമാകണം. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നന്ദി പറയാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ഷൈനി ബാബു. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിൽ പാല എന്ന സ്ഥലത്തു നിന്നാണ്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 2023 മെയ് 22-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ ഞാൻ ഉടമ്പടി സാക്ഷ്യം പറഞ്ഞതാണ്. ഇത് 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങൾ ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യമായി അൾത്താരയിൽ 2ാമത് നിർത്താൻ അനുവദിച്ചതിന് അമ്മയോട് കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഞങ്ങൾക്ക് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മൂലം ആ വണ്ടി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഒരാളുടെ വണ്ടി കൂലിക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ വണ്ടി ഞങ്ങൾക്ക് ഇല്ലാതെയായി. കുറച്ച് സമയങ്ങളിൽ വണ്ടിയില്ലാതെ വീട്ടിലിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ദൈവദൂതനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സിസ്റ്റർ വന്നു. സിസ്റ്റർ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് സഹായം അഭ്യർത്ഥിച്ച് ഞങ്ങൾക്ക് ഒരു വണ്ടി വാങ്ങിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഈശോയിൽ സാധിച്ചു തന്നു. ഒരു പഴയ വണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ അമ്മ ആഗ്രഹിച്ചത് ഞങ്ങൾക്ക് ഒരു പുതിയ വണ്ടി തന്നെ തരണമെന്നായിരുന്നു. ഞങ്ങളത് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ അമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ 3 പ്രാവശ്യത്തെ ജപമാല റാലിയിൽ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾക്കിത് അമ്മ തരുന്നതാണെങ്കിൽ എനിക്ക് ജപമാല റാലിക്ക് മുമ്പ് ഈ വണ്ടി ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചു. ജപമാല റാലിക്ക് വരുന്നതിൻ്റെ തലേ ദിവസം ഈ വണ്ടി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് എത്തിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുത്തത്. അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി എന്നും രാവിലെ ജപമാല വണ്ടിയായിരുന്ന് ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോയോടും അമ്മയോടും പറയും, ഈശോയെ നീ ആയിരിക്കണമേ ഈ വണ്ടി കൊണ്ടു നടക്കുന്നത്, അമ്മേ നീ ആയിരിക്കണമേ ഈ വണ്ടിയിലെ ആദ്യത്തെ യാത്രക്കാരി എന്ന് പറഞ്ഞാണ് രാവിലെ ഈ വണ്ടി ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ പൊയ്ക്കൊണ്ട സമയത്ത് എൻ്റെ മനസ്സിൽ എപ്പോഴും പറയുമായിരുന്നു, ബാബുച്ചേട്ടനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കണം. അപ്പം ഞാൻ മനസ്സിലോർത്തു, അമ്മേ ഞാൻ ഉടമ്പടിയിലാണല്ലോ, പിന്നെ എന്തിനാ 2 ഉടമ്പടി ഒരു വീട്ടിൽ നിന്ന്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലെല്ലാം എന്നോട് അമ്മ പറയും, ബാബുച്ചേട്ടനെ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം ഞങ്ങൾ 7-ാം തീയതി ഇവിടെ വരാൻ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ അമ്മ എന്നോട് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു അതിനു മുമ്പ് ഉടമ്പടി എടുക്കണമെന്ന്. ഞങ്ങൾ 2025 ഡിസംബർ 3-ാം തീയതി വന്ന് ബാബുച്ചേട്ടന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ തിരിച്ചു പോയി. പക്ഷേ ഡിസംബർ 20-ാം തീയതി ആയപ്പോഴത്തേക്കും രാവിലെ ശാരീരിക അസ്വസ്ഥതകളുണ്ടായിരുന്നു. പക്ഷേ ഡിസംബർ 20-ാം തീയതി രാവിലെ ആയപ്പം കട്ടിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ബുദ്ധിമുട്ട്, നേരെ നിൽക്കുവാൻ പറ്റുന്നില്ല, ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോകുമായിരുന്നു.
ഞങ്ങൾ ഡോക്ടറുടെ അടുത്ത് ചെന്നു. ഡോക്ടർ ആദ്യമേ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കിയപ്പം ഡോക്ടർ സംശയം പറഞ്ഞു, ക്യാൻസർ ആണോ, അസ്ഥികൾക്ക് ക്യാൻസർ ആണെന്ന് സംശയം പറഞ്ഞു. രണ്ടാമത് ഞങ്ങളോട് പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആ സമയങ്ങളിലൊന്നും നൂർന്നു നിൽക്കാനോ തന്നെ എണീറ്റിരുന്ന് ഭക്ഷണം വാരി കഴിക്കാനോ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്ത് നിർത്തിയിരിക്കുന്ന ആളാണ്. നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നോട്ടെ. ഞങ്ങൾക്ക് തരുന്ന സഹനങ്ങൾ സഹിക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണേ എന്ന് ഞങ്ങൾ ഈശോയോടും അമ്മയോടും ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ നല്ല ധൈര്യത്തിൽ തന്നെ ഇരുന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, എന്ത് വന്നാലും ഞാൻ സഹിക്കും, പക്ഷേ എന്താണ് നീ തന്നെ തീരുമാനിച്ചോ, ഞങ്ങൾക്ക് തരുന്ന സഹനങ്ങൾ ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ അമ്മയുടെ മുന്നിൽ പറഞ്ഞു. പിന്നെ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അസ്ഥികൾക്ക് ക്യാൻസറാണ്, അസ്ഥികളുടെ ബലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനി ഒരിക്കലും ഈ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, എണീറ്റ് നടക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. പതുക്കെ വീട്ടിൻ്റെ അകത്തുകൂടെ മാത്രം പതുക്കെ വടിയെ കുത്തിപ്പിടിച്ച് നടക്കുക, തട്ടാനോ മുട്ടാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെ പറ്റിയെങ്കിൽ അസ്ഥികൾ ഒടിഞ്ഞു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ നിന്നോട് ആഗ്രഹം ചോദിച്ചു നീ ഞങ്ങൾക്ക് ഈ വണ്ടി തന്നു, ഈ വണ്ടി ഇങ്ങനെ മുറ്റത്ത് കൊണ്ടിടാനായിരുന്നെങ്കിൽ എന്തിനാ അമ്മേ നീ ഞങ്ങൾക്ക് തന്നത്? ഇത് അന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്നേരം എൻ്റെ മനസ്സിൽ ഞാൻ എന്നും രാവിലെ പോകുമ്പോൾ ജപമാല വണ്ടിക്കകത്തിരുന്ന് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ പ്രത്യാശയുണ്ട്, ഒരിക്കലും ഇങ്ങനെയൊരു അസുഖത്തിലേക്ക് അമ്മ ഞങ്ങളെ തള്ളിവിടത്തില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിൽ സാധ്യമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞാൻ നിന്നിലും ഈശോയിലും വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും, എന്തായാലും ഞങ്ങൾ സഹിക്കും, സഹിക്കാനുള്ള കൃപ മാത്രമേ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഡോക്ടറെ കാണും, ടെസ്റ്റുകൾ നടത്തും. ആ സമയങ്ങളെല്ലാം ഡോക്ടർ പൂർണ്ണമായിട്ടും ബോൺ ക്യാൻസർ ആണെന്ന് സ്വീകരിച്ചു, ബോൺ മാരോ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞമ്മേ മെയ് 1-ാം തീയതി നിൻ്റെ ദിവസമാണ്, ആ ദിവസം ഞാൻ ചോദിച്ചതിന് ഉത്തരം നീ എനിക്ക് തരണം. ഈ വണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നും ബാബുച്ചൻ്റെ ഈ അസുഖം ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു നീ എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. സ്കാനിങ്ങിൻ്റെ എല്ലാ റിപ്പോർട്ടും ടെസ്റ്റുകളുടെ റിസൾട്ടും ഏപ്രിൽ 29-ാം തീയതി കിട്ടി. ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. ഡോക്ടർ ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇതിനകത്ത് ഇപ്പം ഇതൊന്നും കാണുന്നില്ലല്ലോ, ഇത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നു, ഇപ്പം അസ്ഥികൾക്കൊക്കെ നല്ല ഒരു ബലം വന്നിട്ടുണ്ട്, പുള്ളിക്കാരന് വണ്ടി ഓടിക്കണമെങ്കിൽ ഓടിക്കാം, ക്യാൻസറിൻ്റെതായ യാതൊരു ലക്ഷണവും ഇതിനകത്ത് കാണിക്കുന്നില്ല. നേർച്ച വസ്തുക്കൾ ഞാൻ മെയ് 23-ാം തീയതി 2023 ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഞങ്ങൾ എന്നും രാവിലെ അച്ഛനെ പ്രാർത്ഥന ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ നെറ്റിയെ കുരിശ് വരച്ച് ഉപ്പും തേനും കഴിച്ച് അന്ന് തൊട്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ ആദ്യം അതാണ് ഞങ്ങളുടെ ഭക്ഷണം. അതുപോലെ ഈ നേർച്ച വസ്തുക്കൾ തൈലം നട്ടലിലും കാലിലും വേദനയുള്ള എല്ലാ ഭാഗങ്ങളിലും ഞാൻ പൂശി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അമ്മോട് പറയും, അമ്മ ഇതാണ് ഞങ്ങളുടെ മരുന്ന്. പിന്നെ ഞങ്ങൾ വൈദ്യശാസ്ത്രത്തിൽ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, പൂർണ്ണ സൗഖ്യം നൽകി നീ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു, ഒരിക്കലും ഇങ്ങനെയൊരു രോഗം നീ തരികയില്ലെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പിന്നെ ബാക്കി എന്താണോ നിൻ്റെ ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞു എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഒത്തിരി കരയുമായിരുന്നു. ഞാൻ ആരുടെ മുന്നിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കില്ല, എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ ഒത്തിരി സമയം ചെലവഴിക്കും. ഞാൻ ബൈബിൾ വായിക്കും. അതുപോലെ ബാബുച്ചേട്ടന് മണിക്കൂറുകളോളം ബൈബിൾ വായിക്കായിരുന്നു. എണീറ്റിരിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ കിടന്നു കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം, അമ്മേ നീ ഇത്രയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന മകളല്ലേ അമ്മേ, നീ ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വിടല്ലേ അമ്മേ. അപ്പോഴൊക്കെ എനിക്ക് നല്ല ഉറപ്പായിരുന്നു എൻ്റെ ദൈവം ഒരിക്കലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വിടിയല്ല. പിന്നെ സഹനങ്ങൾ ദൈവം നമുക്ക് സഹിക്കാൻ പറ്റുന്ന സഹനങ്ങളെ തരുവുള്ളെന്നും എനിക്കറിയാം. ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ദൈവം നമുക്ക് സഹനങ്ങളിൽ കൂടെയാണ് നമ്മൾ ദൈവത്തെ നേടേണ്ടതെന്നും എനിക്കറിയാം. ഞാനൊരു ഹിന്ദുവാണ്. പക്ഷെ ഞാൻ ഈ 3 വർഷക്കാലം ഇന്ന് വരെ എൻ്റെ ദൈവത്തിൻ്റെ നാമം അല്ലാതെ വേറൊരു നാമം എൻ്റെ വായിൽ നിന്ന് ഒരിക്കലും വരികയില്ല. ഞങ്ങളുടെ ജീവിത അവസാനം വരെ ഞങ്ങൾ ഈ ദൈവത്തിൽ തന്നെ ഉറച്ച് വിശ്വസിക്കും. ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും ഉടമ്പടിയിൽ. ഞങ്ങൾ മരണത്തോളം ഞങ്ങൾ അങ്ങനെ തന്നെ ജീവിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് 29-ാം തീയതി ഡോക്ടർ ഇത് പറഞ്ഞു. അപ്പം മെയ് 1 ഞാൻ അമ്മോട് ചോദിച്ച ദിവസമാണ്. ആ ദിവസം അമ്മ എനിക്ക് ഉത്തരം തന്നു, അസുഖങ്ങളൊന്നുമില്ല, ഈ വണ്ടി ഇവൻ തന്നെ ഓടിക്കും, കൊണ്ട് നടക്കുമെന്ന് അമ്മ ഉറപ്പ് തന്നു. പക്ഷേ മെയ് 1-ാം തീയതി എൻ്റെ അമ്മയുടെ മുന്നിൽ ഓടി വന്ന് ഇത് സാക്ഷ്യപ്പെടുത്തണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇത്രയും ദിവസം നീണ്ടുപോയെന്ന് ഞാൻ അമ്മോട് ക്ഷമ പറയുന്നു. പെറ്റ് സ്കാൻ എടുത്തു, CT സ്കാൻ MRI സ്കാൻ എടുത്തു, ബോൺ മാരോ ചെയ്തു. ഇത് ഡോക്ടർ ആദ്യം നോക്കിയപ്പോൾ ഇത് ക്യാൻസർ ആണെന്ന് 80% തന്നെ ഇത് 2-ാം സ്റ്റേജിലായിട്ടുണ്ട്. അസ്ഥികളിലെല്ലാം കറുപ്പ് വീണിട്ടുണ്ട്, ഇത് അസ്ഥികളെല്ലാം പൊടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ഡോക്ടർ ഇത് ലാസ്റ്റത്തെ സ്കാൻ ചെയ്തപ്പം എന്നോട് പറയുന്നത് അത്ഭുതമായിരിക്കുന്നല്ലോ, ഇതിനകത്ത് ഒന്നും കാണാനില്ല, ഇതിപ്പോൾ അസ്ഥികൾക്കൊക്കെയാണെങ്കിൽ നല്ല അന്നത്തെ അതൊന്നും കാണാനില്ല, അതെല്ലാം മാഞ്ഞു പോയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ദൈവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് ഞങ്ങൾക്ക് 100% അറിയാം. ഒരിക്കലും മരുന്നോ ഒന്നുമല്ല, എൻ്റെ അമ്മയുടെ എൻ്റെ ഈശോയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ് ഇപ്പം ഇങ്ങനെ നിൽക്കാനോ എണീറ്റ് തന്നെ നിൽക്കാനോ നേരെ നിൽക്കാനോ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ. അമ്മയുടെ അടുത്ത് ആ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയണമെന്നാണ് ചേട്ടൻ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ ഞങ്ങൾ വന്ന് വണ്ടിയും കൊണ്ടുമാണ് വന്നത്. നാളെ മുതൽ അമ്മയോട് ഒന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് നാളെ മുതൽ ആ വണ്ടി ഓടിക്കാൻ ഞങ്ങൾ വാവുത്തരം പോവുകയാണ്. പിന്നെ ഞങ്ങളുടെ
ആ പരിശുദ്ധ അമ്മ വഴി ഈശോയിലൂടെ ഞങ്ങൾക്ക് വണ്ടി എടുക്കാൻ സാധിച്ചതെന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ആ സിസ്റ്ററിനെ ഞാൻ ഈ സമയം ഓർക്കുന്നു. ഞങ്ങൾക്ക് പലരോടും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചാണ് ഞങ്ങൾക്ക് വണ്ടി തന്നത്. ഈ ഞങ്ങൾക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങളും എൻ്റെ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണമായിട്ടറിയാം. ഓരോ നിമിഷവും എൻ്റെ കൂടെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ എൻ്റെ അമ്മ എനിക്ക് ഉത്തരം തരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അസുഖം ഇങ്ങനെ തന്നപ്പോൾ ഞാൻ ഓർത്തു. പക്ഷേ എൻ്റെ അമ്മ എനിക്ക് മുമ്പേ തന്നെ എൻ്റെ അമ്മയെ അറിഞ്ഞു ഇങ്ങനൊരു അസുഖം ബാബുച്ചറിന് വരുന്നുവെന്ന്. അതുകൊണ്ടാണ് എൻ്റെ അമ്മ എന്നെ ഓർപ്പിച്ചത് ബാബുച്ചറിനെ ഉടമ്പടി ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് അമ്മ ആഗ്രഹിച്ചത്. അമ്മയുടെ കൂടെ ഉടമ്പടിയിലായിരുന്നപ്പോൾ അമ്മ ആ വന്ന രോഗം അമ്മ എടുത്തു മാറ്റി. അത് ഇപ്പം ആദ്യത്തെ ഉടമ്പടി പുതുക്കിയതുള്ളൂ. രണ്ടാമത്തെ ഉടമ്പടി അടുത്ത മാസം 16-ാം തീയതിയാണ് ബാബുച്ചറിനെ പുതുക്കേണ്ടത്. അതിന് മുമ്പേ തന്നെ പൂർണ്ണ സൗഖ്യം തന്ന് അനുഗ്രഹിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ പത്രം മേടിച്ചോളൂ. ബാബുച്ചറിന് ഏറ്റു വന്ന് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ബാബുച്ചറിനും കൊടുക്കണ്ട, ഞാൻ ഈ പത്രം കൊടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് ഒരു സമയത്ത് എന്നോട് പറഞ്ഞു, ഷൈനി ഞാൻ ഈ പത്രം കൊടുക്കാമെന്ന് പറഞ്ഞ് ആ മേലാത്ത അവസ്ഥയിൽ ആ പത്രം ആ വെയിലത്തൂടെ നടന്ന് ബോൺമാല ടെസ്റ്റ് നടത്തുന്ന തലേദിവസം ബാബുച്ചറിനും കൊണ്ടു നടന്ന് കൊടുത്തു. അപ്പം അന്നേരം എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ബാബുച്ചറിന് ടെസ്റ്റ് നടത്തുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടായാലും എനിക്ക് 100% ഉറപ്പായിരുന്നു. പിന്നെ ഞാൻ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് മാത്രം ടെസ്റ്റുകൾ നടത്തി. പക്ഷേ ഞാൻ ഇന്നും എപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഓരോ സമയങ്ങളിലും മനുഷ്യരല്ല ഞാൻ ആശ്രയിക്കുന്നത്, ഞാൻ എൻ്റെ ദൈവത്തെ ആശ്രയിക്കുന്നത്. എല്ലാ സമയങ്ങളിലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ മരണാവസാനം വരെ ദൈവത്തിൻ്റെ കൂടെ ഉടമ്പടിയിൽ ജീവിക്കുവാനും ഞങ്ങൾക്ക് പറ്റുന്ന പോലെ കാരുണ്യ പ്രവൃത്തി എനിക്ക് പറ്റുന്ന പോലെ ആർക്കെങ്കിലും അസുഖം എന്നൊക്കെ പറയുന്നവർക്ക് എൻ്റെ കയ്യിൽ ഉള്ളതുപോലെ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ ആശുപത്രികളിൽ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ എന്നോട് ഈശോയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്നതിലപ്പുറം ഞാൻ അവരോട് സംസാരിക്കും. പിന്നെ ഈ കൃപാസനത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും എന്നോടും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയാണെങ്കിലും ഞാൻ പ്രതികരിക്കും. ഞാൻ പറയും എൻ്റെ അമ്മയെ അറിഞ്ഞു വേണം നിങ്ങൾ സംസാരിക്കാമെന്ന് പറയും. പിന്നെ ഞാൻ രാവിലെ 5:30 ഞങ്ങൾ 4 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കും. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ജപമാല ചൊല്ലും. പറ്റുമ്പോൾ ഫുൾ ജപമാല ചൊല്ലും, ഇല്ലെങ്കിൽ ഒരു ജപമാല എങ്കിലും ചെല്ലാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിലില്ല. അതുപോലെ ബൈബിൾ ഞങ്ങൾ രണ്ടുപേരും വായിക്കും. ഞങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങൾ ദൈവത്തെ വിളിക്കും. കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. എനിക്ക് ഏത് സമയം എപ്പോൾ കിട്ടിയാലും ഞാൻ എൻ്റെ ഈശോയെ എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ വാതോരാതെ പറയും. എനിക്കതാണ് ഏറ്റവും സന്തോഷം. ഈ മരണാവസാനം വരെ എൻ്റെ അമ്മയുടെ കൂടെ തന്നെ ഉടമ്പടി ജീവിക്കാനും എൻ്റെ അമ്മയെ അറിയാനും വചനം എന്താണെന്ന് മനസ്സിലാക്കാനും എനിക്ക് കൃപ തരണമേ എന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹങ്ങളും കൃപകളും തന്ന് ഞങ്ങളുടെ കുടുംബത്തെ ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യമാക്കി അൾത്താരയിൽ ഒന്നും കൂടെ നിർത്തുവാൻ അനുവദിച്ച എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. ഷൈനി ബാബു നമ്മോട് തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് കർത്താവിൻ്റെ ഇടപെടലുകൾ ഉണ്ടായത് എന്ന് അനുഭവ സാക്ഷ്യം പങ്കുവെച്ച് നാം കേൾക്കുകയാണ്. തങ്ങൾക്ക് ഉപജീവന മാർഗമായി ഉണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷയിൽ തുടങ്ങി പിന്നീട് അത് തങ്ങൾക്ക് നഷ്ടപ്പെടുന്നതും വീണ്ടും തങ്ങൾക്കതൊരു വ്യക്തിയിലൂടെ, ഒരു സിസ്റ്റർ പലരോട് ചോദിച്ച് അവർക്കത് പലരും സഹായിച്ച് വീണ്ടും ഒരു ഓട്ടോ കിട്ടുന്നതും, എന്നാൽ വീണ്ടും അവിടെ ആ ഓട്ടോ ഓടിക്കുവാനായിട്ടുള്ള വ്യക്തിക്ക് ക്യാൻസർ രോഗം ബാധിക്കുന്നു, ബോൺ ക്യാൻസർ. പിന്നീട് ഓട്ടോ തുടരുത്, അത് എല്ലെല്ലാം ഒടിഞ്ഞു പോകും, ഒട്ടും ബലമില്ല. ഇതൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്. നാം കേട്ടതാണിത്. ഈ ഒരവസ്ഥയിൽ ഉടമ്പടി എടുത്ത മകളായിരുന്നു ഷൈനി. താൻ എന്നാണ് ഉടമ്പടി എടുത്തതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. 2023 മെയ് 22-ാം തീയതി ആ ഉടമ്പടി എടുത്ത മകളുടെ ജീവിതത്തിലാണ് തങ്ങൾക്കുണ്ടായിരുന്ന ഉപജീവന മാർഗം നഷ്ടപ്പെടുന്നു. തൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ വരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്തത് കൊണ്ട് എല്ലാം ശുഭമാകുമെന്നില്ല എന്നുള്ളത് നാം ആദ്യം മനസ്സിലാക്കുക. എന്നാൽ ഇവിടെ ഷൈനിയുടെ ജീവിതത്തിൽ ഷൈനിക്കെല്ലാം ശുഭമായിരുന്നു. ഒരിക്കലും ആളുകളുടെ മുമ്പിൽ ഞാൻ കരഞ്ഞിട്ടില്ല, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ കരഞ്ഞത്. അത് ഈ മകൾക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയ ഒരു വിശ്വാസം ആയിരുന്നില്ല. താൻ എന്ന് ഈ ഉടമ്പടി എടുക്കുവാനായിട്ട് ഈ ആലയത്തിൽ വന്നോ അന്ന് മുതൽ താൻ കേട്ട ദൈവത്തെക്കുറിച്ച്, താൻ അനുഭവിച്ച ദൈവത്തെക്കുറിച്ച്
അത് ആഴമായിട്ടുള്ള ഒരു ശ്വാസമാ എന്ന രീതിയിൽ ഈ മകള് തൻ്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ടു. അതുകൊണ്ട് തന്നെ തനിക്ക് പല ദുരന്തങ്ങൾ വരുന്നു എന്ന് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചപ്പോഴും ആ മകള് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല, തൻ്റെ വിശ്വസ്തതയെ വിട്ടുകൊടുക്കുവാൻ തയ്യാറായില്ല. അങ്ങനെയാണ് അമ്മ തോന്നിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ അതൊരു തോന്നൽ മാത്രമാക്കാം നമുക്ക്. എനിക്കങ്ങനെ തോന്നിയതാകാം എന്ന് പറഞ്ഞ് നാം ആരെങ്കിലും സ്കിപ്പ് ചെയ്താൽ അവിടെയാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള ഉൾച്ചെവി നാം കൊട്ടിയടയ്ക്കുക. ഈ മകളോട് പറഞ്ഞു ഹസ്ബൻഡിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കണം. അപ്പോൾ താൻ ഉടമ്പടി എടുത്തതാണല്ലോ എന്ന് ചിന്തിച്ചെങ്കിലും ഹസ്ബൻഡിനെ കൊണ്ടുവന്ന് ഡിസംബർ 3 തന്നെ ഉടമ്പടി എടുപ്പിക്കുകയാണ്. അതിനുശേഷമാണ് ആ മകന് പിന്നീട് ഈ അസുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വ്യക്തമായിട്ട് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ മാറുന്നത്. നാം കേട്ട കാര്യങ്ങളാണിത്. എന്നാൽ ഇന്ന് ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന ഈ പുണ്യഭൂമിയിൽ ഈ മക്കൾ വന്നു നിന്ന് പറയുമ്പോൾ അവർക്ക് 100 നാവാണ്. ജീവിതത്തിൽ തങ്ങൾ അനുഭവിച്ച സത്യദൈവത്തെ, ആ സത്യദൈവം ഒന്ന് മാത്രമാണ് എൻ്റെ ജീവിതത്തെ തൊട്ടത്. എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, അതായത് നെഗറ്റീവായിട്ടുള്ളത് ഞാൻ അവരോട് പ്രതികരിക്കും. അതാണ് തീഷ്ണത കൊണ്ട് ജ്വലിക്കുകയാണ് യെശയ്യാ പ്രവാചകനെ പോലെ ഉടമ്പടിയെടുത്ത ഒരു മകള്. പൊരി വെയിലത്തും പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു. ബോൺമാരോ ടെസ്റ്റിന് തലേ ദിവസം ചടഞ്ഞുകൂടി കിടക്കാമായിരുന്നു, വേദനയാണെന്ന് പറയാമായിരുന്നു. എന്നാൽ അവിടെയൊക്കെയല്ലേ എക്സ്ട്രാ എഫേർട്ട്. എന്താണ് നീ എടുക്കുന്ന എക്സ്ട്രാ എഫേർട്ട്? എവിടെയാണ് നീ എടുക്കുന്ന എക്സ്ട്രാ എഫേർട്ട് ദൈവത്തിന് വേണ്ടിയിട്ട്? അതാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അപ്പോഴാണ് വിധവയുടെ മകനെ ഉയിർപ്പിച്ച കർത്താവ് വന്നിട്ട് ഷൈനി കരഞ്ഞപ്പോൾ പറഞ്ഞത്, കരയേണ്ട, ഞാൻ അവനെ സുഖപ്പെടുത്തും. അതാണ് പിന്നീട് വന്ന ടെസ്റ്റിലൊക്കെ നാം കണ്ടത്. നേർച്ച വസ്തുക്കളുടെ മാത്രം ഉപയോഗം. അവിടെ ബ്ലാക്ക് മാർക്ക് ഉണ്ടായിരുന്ന ഓരോ ബോൺസിനും അതൊന്നും പിന്നെ ഇല്ല. എല്ലുകൾക്ക് നല്ല ഉറപ്പ്. പെറ്റ് സ്കാൻ വരെ എടുത്തു. അപ്പോൾ ഈ മക്കൾ ഇവിടെ ഇന്ന് വന്നതെന്ന് പറയുമ്പോൾ ഇനി അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച ദൈവത്തെ അവർ ഉച്ചസ്ഥിരം തുടർന്നും പ്രഘോഷിക്കും എന്നുള്ള അമ്മയുടെ തിരുനടയിൽ നിന്നുകൊണ്ടുള്ള വാക്കുകളിലാണ് അവരവരുടെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നത്. തങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, അതുപോലെ ബൈബിള് അണമുറിയാതെ അത് കട്ടിലിൽ കിടന്നുകൊണ്ട് പോലും ബൈബിൾ വായിക്കുന്നു. ദൈവവചനം ജീവവചനമായിട്ട് അത് തങ്ങളുടെ ഒരു ആഹാരമാക്കി അവർ മാറ്റുന്നു. ഇതൊക്കെ തന്നെയല്ലേ ഉടമ്പടി ജീവിതം? നാമും നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ വിശ്വസ്തരാകാം. എത്രമാത്രം തടസ്സങ്ങൾ വന്നാലും ആ തടസ്സങ്ങളിൽ മനം മടുക്കാതെ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാനുള്ള ചങ്കൂറ്റമാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തിലും ഏതിലും ദൈവിക പദ്ധതിയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കാനുള്ള കൃപ തരണമേ എന്നതാകട്ടെ നമ്മുടെ പ്രാർത്ഥന. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകിയതിന് ഈശോയ്ക്കും മാതാവിനും കോടാനും കൂടി നന്ദി. എൻ്റെ പേര് ജെയിൻ ജോയ്. ഞാൻ കാലടി സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ ജിനി. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. കുറേ വർഷങ്ങളായിട്ട് എൻ്റെ അമ്മയ്ക്ക് പുറത്തു പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പഠനത്തിൻ്റെ കാരണവും എൻ്റെ കാര്യം കാരണം ആ സമയത്ത് അമ്മയ്ക്ക് പോകാൻ സാധിച്ചില്ല. പക്ഷേ 2021 എനിക്ക് നഴ്സിങ്ങിന് ബാംഗ്ലൂരിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ നവംബറിൽ ഞാൻ അവിടെ ബാംഗ്ലൂർ സെൻറ്റ് തെരേസ കോളേജിൽ ജോയിൻ ചെയ്തു നഴ്സിംഗ് പഠനത്തിനായിട്ട്. അപ്പോൾ അതിൻ്റെ പിറ്റേ മാസം ഡിസംബറിൽ തന്നെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും വിസയൊക്കെ റെഡിയായിട്ട് അവർക്ക് ഇറ്റലിയിൽ ജോലി ചെയ്യാൻ പോകാൻ സാധിച്ചു. അങ്ങനെ അപ്പനും അമ്മയും ഇറ്റലിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അപ്പൻ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. അമ്മ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ അമ്മ ഉടമ്പടി എടുത്തിരുന്നു. അതിനു മുമ്പ് ഞങ്ങളിവിടെ കൃപാസനത്തിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഉടമ്പടി അമ്മ എടുത്തത് ഇറ്റലിയിൽ പോയ ശേഷമാണ്. പക്ഷെ അമ്മയ്ക്ക് പോയി വരാനുള്ള, നാട്ടിൽ വന്ന് പോയി വരാനുള്ള പേപ്പർ വർക്കുകളൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് തടസ്സങ്ങൾ കാരണം അതൊന്നും ശരിയായില്ല. അങ്ങനെ എൻ്റെ 4 വർഷത്തുള്ള എൻ്റെ നഴ്സിംഗ് പഠനം പൂർത്തിയാകാറായി. ഞാൻ നാട്ടിലേക്ക് വരാറായി. അപ്പോൾ 4 വർഷമായിട്ടും എൻ്റെ അമ്മയ്ക്ക് നാട്ടിലോട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ നഴ്സിംഗ് പഠനം കഴിഞ്ഞ് ജോലിക്ക് കയറുന്നേക്കാൾ മുമ്പ് ഞാനും അപ്പനും അമ്മയും കൂടി നാട്ടിൽ കുറച്ച് മാസമെങ്കിലും 2-3 മാസമെങ്കിലും നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ പേപ്പർ വർക്കുകൾ ശരിയായില്ല.
പക്ഷേ അമ്മയ്ക്ക് 2025 ഇറ്റലിയിൽ വെച്ച് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള വയറുവേദന ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തലകറക്കം ഉണ്ടായിരുന്നു. അങ്ങനെ ആരോഗ്യമുള്ള പ്രശ്നങ്ങൾ കാരണം അമ്മയ്ക്ക് നാട്ടിലേക്ക് പോരേണ്ടി വന്നു. അമ്മ അങ്ങനെ 2025 ഓഗസ്റ്റിലാണ് നാട്ടിലേക്ക് വന്നത്. ഞാൻ ഈ വർഷം പഠനം പൂർത്തിയായിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ 3 പേരും വീട്ടിൽ കുറച്ച് മാസങ്ങളുണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് തിരിച്ചു പോകാനുള്ള അമ്മയുടെ വെച്ചേക്കണ പേപ്പർ അത് റിജക്റ്റ് ആയിപ്പോയി. അപ്പോൾ അമ്മയ്ക്ക് പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ എങ്ങനെ പോകുമെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. മാതാവിനോട് ഞങ്ങൾ സ്ഥിരമായി പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും കുർബാന കൊള്ളുമായിരുന്നു, കുർബാനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ അമ്മയുടെ 3ാമത്തെ ഉടമ്പടി പുതുക്കണതിൻ്റെ കുറച്ച് ദിവസങ്ങൾ മുന്നേ അമ്മയ്ക്ക് അവിടെ നിന്നൊരു അറിയിപ്പ് കിട്ടി. അതായത് അമ്മയുടെ പേപ്പർ വർക്കുകൾ ശരിയാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ സ്ഥിരമായി മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ പറഞ്ഞതിൻ്റെ 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ പേപ്പർ ശരിയായിട്ട് കിട്ടി. അപ്പോൾ ഇതിനു മുമ്പ് അമ്മയ്ക്ക് പേപ്പർ അമ്മേനെ പോലെ തന്നെ വേറെ പേപ്പറുകൾ ശരിയാക്കാൻ വെച്ചവരുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഇപ്പം ആകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവരുടെ ഒന്നും ആയില്ല. ഇത്രയും തടസ്സമുണ്ടായിട്ടും എൻ്റെ അമ്മയുടെ പേപ്പറുകൾ ശരിയായിട്ട് കിട്ടി. അത് മാതാവിൻ്റെ ഒറ്റ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. കാരണം ഞങ്ങൾ മാതാവിൽ അത്ര വിശ്വസിച്ചിരുന്നു, മാതാവിനോട് സ്ഥിരമായി പ്രാർത്ഥിച്ചിരുന്നു. അമ്മ സ്ഥിരമായിട്ട് കുർബാനയിൽ പോവുകയും സന്ധ്യാപ്രാർത്ഥന ചെല്ലുകയും എല്ലാ ദിവസവും തൈലം പുരട്ടുകയൊക്കെ ചെയ്തിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അമ്മ എല്ലാ ദിവസവും ഉടമ്പടി ധ്യാനം സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്തിരുന്നു. അനുദിന പ്രാർത്ഥന സ്റ്റാറ്റസ് ഇടുകയും അനുദിന പ്രാർത്ഥനയിൽ കൂടുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ അമ്മ കാരുണ്യ പ്രവർത്തികളായിട്ട് റോഡ് സൈഡിൽ ഇരിക്കുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഞങ്ങളെ കൊണ്ട് പൈസ സഹായം ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ മറ്റുള്ളവർക്ക്, പാവപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പത്രം എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അങ്ങനെ അമ്മ ഈ മാസം ജൂലൈ 6 അമ്മയ്ക്ക് പോർച്ചുഗലിൻ്റെ കാർഡ് കൈ കിട്ടി അമ്മ പുറത്തേക്ക് പോകാണ്. പക്ഷെ അമ്മയുടെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് വേറൊരു വിഷമം കൂടി ഉണ്ടായത്, അമ്മ പുറത്തേക്ക് പോണേക്കാളും മുമ്പ് എൻ്റെ ജോലി ശരിയായിട്ട് കിട്ടണമെന്നായിരുന്നു. അപ്പോൾ ഈ വർഷം ഞാൻ പഠിച്ചിറങ്ങിയെങ്കിലും എനിക്ക് 2-3 ഹോസ്പിറ്റലിൽ കിട്ടി, പക്ഷെ ഞാൻ പോയില്ല. പിന്നീട് ഞാൻ ബാംഗ്ലൂരിലെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോകാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ രാജഗിരിയിൽ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാജഗിരിയിൽ കൊടുത്തിരുന്നെങ്കിലും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാനും എൻ്റെ വേറെ കൂട്ടുകാരും കൂടി സെൻറ്റ് ജോൺസിൽ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. പക്ഷേ എനിക്ക് മാത്രം അവരുടെ തന്നെ വേറെ ബ്രാഞ്ചിലാണ് കിട്ടിയത്. അപ്പോൾ അവിടെ പോകണില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒന്നുകൂടി പോയി അവിടെ ഇൻ്റർവ്യൂ ആ മാസം അവസാനം ഒന്നുകൂടി ഇൻ്റർവ്യൂ ലാസ്റ്റായിട്ട് നടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നുകൂടി പോയി ഇൻ്റർവ്യൂ കൂടി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അപ്പോൾ അപ്പോഴും എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി. അപ്പോൾ ഞാനത് പോയത് ഏപ്രിൽ 27-ാം തീയതിയാണ് ഇൻ്റർവ്യൂവിന് പോയത്. അപ്പോൾ അവർ അത് പാസ്സായി. അപ്പോൾ എനിക്ക് മെയ് 4-ാം തീയതി മെയ് 18-ാം തീയതിയാണ് ജോയിനിങ് ഡേറ്റ് പറഞ്ഞത്. ഏതിലും ഈ 2 ദിവസങ്ങളിൽ എനിക്ക് കയറിയാൽ മതി. അങ്ങനെ മെയ് 4-ാം തീയതി ഞാൻ പോണില്ല എന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എനിക്കിവിടെ പറയാനുണ്ടായിരുന്നു. അതായത് എനിക്ക് നഴ്സിങ്ങിന് റാങ്ക് കിട്ടിയത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ജോലിക്ക് കയറിനേക്കാൾ മുമ്പ് എനിക്കത് പറയാനും വരണമായിരുന്നു. അതുകൊണ്ട് ഞാൻ മെയ് 18-ാം തീയതി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മെയ് 4-ാം തീയതി ഞാൻ പോയില്ല. എൻ്റെ ബാക്കിയുള്ള കൂട്ടുകാരെല്ലാവരും പോയി, ബാക്കി കുറച്ച് പേര് പോയില്ല. ഞാനും കൂടി മെയ് 18-ാം തീയതി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മെയ് 4-ാം തീയതി അവരെല്ലാവരും പോയി. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ മെഡിക്കൽ കോളേജിൽ നിന്ന് എനിക്ക് മെയിൽ വന്നു. അതായത് ഞങ്ങളുടെ 18-ാം തീയതി വരുന്നവരുടെ ജോയിനിങ് ഡേറ്റ് നീട്ടി വെച്ചു എന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങൾക്ക് വിഷമമായി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു വേഗം എനിക്ക് ജോലി തരണമെന്ന്. പക്ഷേ അത് നീണ്ടു പോയി. പക്ഷേ ഇതുവരെയായിട്ടും അവിടെ നിന്ന് മെയിൽ വന്നില്ല. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി അവിടെ പോയി ഒന്നുകൂടി അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞത് ജൂലൈ 15 ആകും എന്നാണ് പറഞ്ഞത്. ജൂലൈ 15-ഒക്കെയാണ് ഏകദേശം ഒരു ഡേറ്റ് പറയുന്നത്. അപ്പോൾ അത്രയും നീണ്ടുപോയ സ്ഥിതിക്ക് എൻ്റെ അമ്മ പറഞ്ഞു, നിനക്ക് ഈ സെൻറ്റ് ജോൺസ് എന്തായാലും നീണ്ടു പോവാണ്. ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ വേറെ ബ്രാഞ്ച് കിട്ടി, 2ാമത്തെ പ്രാവശ്യം പോയപ്പോൾ നീണ്ടു പോവാണ്. നീ ആദ്യത്തെ ജോയിനിങ് ഡേറ്റ് കിട്ടിയിട്ട് നീ പോകാഞ്ഞതും സാക്ഷ്യം പറയാനുള്ളതും കൊണ്ടാണ്. അപ്പോൾ അത് മാതാവ് നിനക്ക് എന്തായാലും ഒരുക്കി തരും. മാതാവ് ചിലപ്പോൾ വിചാരിച്ചത് നീ നാട്ടിൽ നിൽക്കണം എന്നായിരിക്കും. അപ്പം ഞാൻ രാജഗിരിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് രാജഗിരിയിൽ അപ്പോൾ കിട്ടിയില്ല.
അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് സെൻറ്റ് ജോൺസ് എൻ്റെ കയ്യിൽ നിന്ന് നീങ്ങി പോവാണ്. ആദ്യത്തെ പ്രാവശ്യം കിട്ടിയില്ല, രണ്ടാമത്തെ പ്രാവശ്യം നീണ്ട് അവർ ജോയിനിങ് ഡേറ്റ് നീട്ടി വയ്ക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ ഇവിടെ വന്നു. അത് കഴിഞ്ഞ് എനിക്ക് അവിടെ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, നിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ഇൻ്റർവ്യൂവിന് വന്നവരെല്ലാവരും നീല കളർ ഡ്രസ്സാണ് ഇട്ടത്. അപ്പോൾ എനിക്ക് വളരെ ആശ്വാസമായി. പക്ഷേ എനിക്ക് ആ ഇൻ്റർവ്യൂ ലഭിച്ചില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ അവരെ ഒന്നുകൂടി വിളിക്കുകയും എനിക്ക് അവിടെ രാജഗിരിയിൽ എനിക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. അപ്പോൾ രാജഗിരിയിൽ കിട്ടിയത് അമ്മയ്ക്ക് വളരെ സന്തോഷമായി. കാരണം ഞാൻ നാട്ടിലുള്ളത് എൻ്റെ അപ്പനും കൂടി ഒരു കൂട്ടായിരിക്കും. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോകാൻ അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വളരെ സന്തോഷമായി. അപ്പോൾ എൻ്റെ അമ്മയുടെയും എൻ്റെയും കാര്യം രണ്ടും ഒരുമിച്ചാണ് മാതാവ് തന്നത്. ഇത് മാതാവ് തന്നതാണ് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാനും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴായാലും ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ടിട്ടാണ് അവിടെ ഇൻ്റർവ്യൂവിന് കയറിയിട്ടുള്ളത്. മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പിന്നെ കൊന്ത കഴുത്തിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ എപ്പോഴും പോയിട്ടുള്ളത്, ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ടുള്ളത്. പിന്നെ ഞാൻ സ്ഥിരമായി കുർബാനയ്ക്ക് പോകാറുണ്ടായിരുന്നു. പിന്നെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ അനുദിന പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളും. അത് സ്റ്റാറ്റസ് ഇടും. ഉടമ്പടി ധ്യാനം കൂടുകയും അത് സ്റ്റാറ്റസ് ഇടുകയും ചെയ്യും. പത്രം എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തിരുന്നത് എല്ലാ റോഡിലിരിക്കുന്നവർക്കും ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യാറുണ്ട്. ഇത് ഈശോയും മാതാവും ഞങ്ങൾക്ക് തന്ന വളരെ അനുഗ്രഹമാണ്. അപ്പം ഞാൻ ജൂലൈ 9 എനിക്ക് ജോലിക്ക് കയറാനും അമ്മയ്ക്ക് ജൂലൈ 6 പുറത്തു പോകാനും സാധിക്കും. അപ്പോൾ മാതാവ് തന്ന അനുഗ്രഹമാണ്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. അതുപോലെ തന്നെ ഞങ്ങൾ വചനം എഴുതിയിരുന്നു. അപ്പോൾ വചനം എഴുതുമ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഈ ഒരു ബുക്ക് എടുത്താണ് ഞങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ബുക്ക് തീരുന്നേക്കാളും മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരണം എന്ന് ഞാൻ മാതാവിനോട് ഈശോയോടും പറഞ്ഞിരുന്നു. ആ ബുക്ക് തീരുന്നേക്കാളും മുമ്പ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം മാതാവ് ഈശോയും ഞങ്ങൾക്ക് സാധിച്ചു തന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മ ഒരു സ്വപ്നവും കണ്ടിരുന്നു. മാതാവ് ഇങ്ങനെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് മാതാവിൻ്റെ നീലക്കാപ്പ വിരിച്ച് നിൽക്കണതും ഔസപിതാവും മാതാവും ഉണ്ണീശോയും നിൽക്കണ ഒരു സ്വപ്നം അമ്മയ്ക്ക് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ആ എല്ലാ അമ്മയുടെ പുറത്ത് പോണ തടസ്സങ്ങളും എല്ലാം മാറി. പിന്നെ അമ്മയ്ക്ക് മുല്ലപ്പൂ സുഗന്ധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും മാതാവിൻ്റെ സാന്നിധ്യത്തിനും ഇപ്പോഴും ഞങ്ങളെ പൊന്നുപോലെ സൂക്ഷിക്കുന്നതിനും മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ? നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? മറ്റൊരു ഉന്നതശില എൻ്റെ അറിവിലില്ല. പരിശുദ്ധ അമ്മയുടെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജെയിൻ ജോയ് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെയും അമ്മയുടെയും സാക്ഷ്യം, പരിശുദ്ധ അമ്മയുടെയും ഇടപെടൽ ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു ഈ മകളോടൊപ്പം ആയിരിക്കുക എന്നത്. അത് വിദേശത്ത് അപ്പനും അമ്മയും വിദേശത്തായിരിക്കുമ്പോൾ നാട്ടിലേക്ക് അപ്പം തിരികെ വരുമ്പോഴും അമ്മയ്ക്ക് നാട്ടിലേക്ക് വരാനുള്ള നിരവധിയായ തടസ്സങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ തടസ്സങ്ങളൊക്കെ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെയും നേർച്ച വസ്തുക്കളുടെയൊക്കെ അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ സാധിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു. നാട്ടിലേക്ക് വരുവാനും അതുപോലെ തന്നെ ഈ അമ്മയ്ക്ക് തിരിച്ചു പോകാനായിട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെയും പേപ്പർ വർക്കുകളൊക്കെ പല രീതിയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിന് തടസ്സങ്ങളുണ്ടായിരുന്നാലും ആ തടസ്സങ്ങളൊക്കെ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടും ഉടമ്പടിയോട് ചേർന്നുകൊണ്ടുള്ള ഉറച്ച വിശ്വാസവും അത് പോകുവാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ അമ്മയുടെ ആഗ്രഹം തന്നെയാണ് ഈ മകൾക്ക് നാട്ടിൽ അപ്പൻ്റെ കൂടെ ആയിരിക്കുവാനും നാട്ടിലെ ജോലികളൊക്കെ തന്നെ. അതുപോലെ തന്നെ ഈ മകളുടെ നേഴ്സിങ് കടന്നു പോകുമ്പോൾ സെയിൻറ്റ് ജോൺസിലാണ് ആഗ്രഹിച്ചെങ്കിലും അത് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുക നാട്ടിൽ തന്നെ രാജഗിരിയിൽ കിട്ടാനിടയായത് അമ്മയുടെ പ്രാർത്ഥന തന്നെയാണ്. കാരണം സെയിൻറ്റ് ജോൺസിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കുറേ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോഴും അതൊരു ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു, അത് കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഒരു ശക്തമായ ഇടപെടൽ അത് രാജഗിരിയിൽ ഇൻ്റർവ്യൂ കിട്ടുവാനും
അവിടെ ജോലി ലഭിക്കുകയൊക്കെ ഉണ്ടായത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹം ഈ കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. നമുക്കെല്ലാവർക്കും ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് ഇവരെ ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇവരെ മാറ്റണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഈ അൾത്താരയിലെ സാക്ഷ്യം